الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفخر ما لي سوى مدحي وحبي من ذخر فهما الذخيرة لي ونعم المدخر بهما رجائي أن عيني قد تقر إذ ما يقابل كل ساع بالأجر يا رب صل على النبي محمد أنجي الخلائق من جهنم في غدي സമാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് എല്ലാ ഭാഗങ്ങളിലും വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ നന്മയിൽ പ്രചോദിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി SSFൻ്റെ നേതൃത്വത്തിൽ സാഹിത്യോത്സവങ്ങൾ നടത്തപ്പെടും. മക്കളിൽ ഉറങ്ങിക്കിടക്കുന്ന നല്ല വാസനകളും കഴിവുകളും അത് ഒന്നുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് പ്രാപിക്കാൻ വേണ്ടി ഈ നടത്തുന്ന ഉദ്യമം വളരെ നല്ലൊരു കർമ്മമാണ്. തെറ്റായ വഴികളിലേക്ക് നമ്മുടെ കുരുന്നുകളടക്കം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സങ്കടകരമായ ഒരു സമയത്താണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം എന്ന നിലയ്ക്ക് വർഷങ്ങളായി തുടങ്ങിയ ഈ പരിപാടി അൽഹംദുലില്ലാഹ് ഒരു ക്ഷീണവുമില്ലാതെ നല്ല റാഹത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രവർത്തന രംഗത്ത് നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ, ഉമറാക്കൾ, കഠിനാധ്വാനം ചെയ്ത് വിശുദ്ധ ദീനിന് വേണ്ടി ഖിദ്മത്തെടുക്കുന്ന ആളുകൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.
ജീവിതത്തിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെയൊക്കെ ഭംഗി മരണവേളയിലും മരണാനന്തര ജീവിതത്തിലും ആസ്വദിക്കുന്നവരായി നമ്മെയും അവരെയും സ്വീകരിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിക്കാൻ നമുക്കും അവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. മഹ്ളറത്തുൽ ബദരിയ കഴിഞ്ഞ് ഒരു ഉത്ബോധനം എന്ന നിലക്കാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ ഉമ്മത്തിൽ നിന്ന്, ഈ സമുദായത്തിൽ നിന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ചില ആളുകളെ എണ്ണി എണ്ണി പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. അള്ളാഹുവിന്റെ തൃപ്തി നേടാനും പരലോകത്തിനും വേണ്ടി ഉപയോഗിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അൽ കയ്യസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാൻ സ്വന്തം ശരീരത്തെ വിചാരണയ്ക്ക് വിധേയമാക്കി മരണാനന്തര പ്രവർത്തനത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ്. ഇന്നത്തെ ദിവസം എന്നിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആഖിറത്തിലേക്ക് സഹായകമായി വന്നു, ഇനിയുള്ള കാലത്ത് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ കുടുംബം കൊണ്ട്, എൻ്റെ സഹവാസം കൊണ്ട്, എൻ്റെ ഇടപാട് കൊണ്ട്, എൻ്റെ ജോലി കൊണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, എൻ്റെ സമീപനം കൊണ്ട് തുടങ്ങി എല്ലാ മേഖലകളിലും മരണാനന്തര ജീവിതത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മളും ബാക്കിയുള്ളവരൊക്കെ സമല്ലേ. ദുനിയാവ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ നൽകിയത് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ നോക്കുമ്പോൾ അത് മുഅ്മിനീങ്ങൾക്കല്ല. നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞു പോകേണ്ട ആളുകളല്ല. ദുനിയാവിൽ നിന്ന് നമുക്ക് അനുവദിച്ചതുണ്ട്, അത് നല്ല ബർക്കത്തോടെ സ്വീകരിക്കുകയും നട്ടു വളർത്തുകയും പുഷ്പിക്കുകയൊക്കെ ചെയ്യണം. തെറ്റായ വഴികളിലൂടെയുള്ള സമ്പാദ്യം നമുക്ക് പറ്റിയതല്ല എന്നുള്ളത് നമ്മുടെ ദീനിന്റെ ഒരു നിയമമാണ്. ഇന്ന് ആളുകൾക്ക് ആ വിഷയം പറഞ്ഞാൽ കുറച്ച് ബേജാറാണ്. കാരണം പൈസക്ക് പൈസ വാങ്ങുന്ന ഒരു സമാനിലാണ് നമ്മളുള്ളത്. കമ്പനി പൊട്ടിപ്പോകുമ്പോഴാണ് പിന്നെ ദ്വാരക്കാൻ വേണ്ടി വന്ന് പറയാം. അങ്ങനെ ഓല് കൊടുത്ത് മാസം മാസം ഓല് കൊടുത്ത ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക് ശതമാനം കണക്കൂട്ടിയിട്ട് 2,500, 2,500, 3,000 അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. കൊടുക്കുന്ന ആളടുത്തേക്ക് കൊടുക്കാഞ്ഞ് വേറെ കിട്ടാതിരുന്നപ്പോ അയാൾ പതുക്കെ സ്ഥലം കാലിയാക്കി മലേഷ്യക്കോ ആസ്ട്രേലിയക്കോ പെട്ടെന്നൊന്നും അങ്ങനെ ഒറ്റ വിസ കയറി എത്താൻ കഴിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി. അവിടേക്ക് പോകാൻ വേണ്ടി നേരത്തെ ജോലിയൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ്. കാരണം ഇതിന്റെ അവസാനം എന്താണെന്നറിയില്ലല്ലോ. അങ്ങനെയാണ് ആളുകൾ ചെയ്യുന്നത്. പല ഭാഗത്തുനിന്നും പെങ്ങന്മാരെയും പെണ്ണുങ്ങളെയൊക്കെ പണ്ടം വാങ്ങി വിറ്റിട്ട് അവിടെ ഏൽപ്പിക്കാം. 10 ലക്ഷം, 1 ലക്ഷത്തിന് 2 റുപ്യ, 2,000 റുപ്യ. അപ്പൊ അത് കണക്കൂട്ടിട്ടും കൂടെ കിട്ടുകയാണ് മാസം 20,000 റുപ്യ. ജോലിക്കൊന്നും പോണ്ടല്ലോ, നല്ല ലാഭല്ലേ, എളുപ്പത്തിൽ കിട്ടില്ലേ. ചെറിയ ഒരു മാർഗം, ചുളിഞ്ഞ ഒരു മാർഗത്തിലൂടെ സമ്പത്ത് സംഭരിക്കാമായിരുന്നുവെങ്കിൽ ചെറിയ ഒരു രൂപത്തിലെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുക്കുമായിരുന്നു. മദീന സൂക്കിലൂടെ, മാർക്കറ്റിലൂടെ നടന്നു പോകുന്ന തങ്ങൾ ഒരു ദിവസം ഗോതമ്പും മറ്റും ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു കടയുടെ മുന്നിലെത്തി. ഒരു സ്വഹാബിയാണ് കച്ചവടം ചെയ്യുന്നത്. കൂമ്പാര അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം ശരീരത്തെ ഇച്ഛക്കനുസരിച്ച് കൊണ്ടുപോയി. ഓരോ പ്രായത്തിലും എന്താണോ തോന്നുന്നത് അതങ്ങനെ ചെയ്തു.
ഇപ്പം ഞാൻ ഏകദേശം ഒരു 10-25 വയസ്സായ പ്രായമല്ലേ. ഇപ്പം ഈ ഒരു ബാക്കിയുള്ള ആളുകളൊക്കെ ആസ്വദിക്കുന്ന ആസ്വാദനം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വയസ്സ് കഴിഞ്ഞാൽ കിട്ടൂലല്ലോ. അപ്പം ഞാൻ അങ്ങനെ പോട്ടെ. ഇപ്പം ഞാനൊരു 35 വയസ്സ് നല്ല രക്തത്തിളപ്പുള്ള കാലല്ലേ. ഇവരെ കൂടെ ഇങ്ങനെ ദീന് പ്രവർത്തിച്ചിട്ട് കുറെ ഇബാദത്തും ചെയ്ത് കുറെ പരലോകത്തേക്ക് സമ്പാദിക്കുന്നതിന് പകരം പരലോകത്തുള്ള സമ്പാദിക്കൊരു 45-50 ആകുമ്പോൾ അങ്ങനെയാണ് തീരുമാനിക്കുക. ഇപ്പൊ എന്തെങ്കിലും കുറച്ച് ദുന്യാവ് ഉണ്ടാക്കാൻ നോക്കട്ടെ. അത് നിസ്കാരം മുടങ്ങിയാലും കുഴപ്പമില്ല, നോമ്പ് മുടങ്ങിയാലും കുഴപ്പമില്ല, ബാക്കിയുള്ള നിർബന്ധങ്ങളും സുന്നത്തുകളും ഒന്നും പോയാൽ കുഴപ്പമില്ല. അങ്ങനെ അവന്റെ താല്പര്യത്തിനനുസരിച്ച് അവന്റെ ശരീരത്തെ കൊണ്ടുപോയി. എന്നിട്ട് ആ മനുഷ്യന്റെ ഒരു അവസ്ഥ നോക്ക് നിങ്ങൾ. അള്ളാഹുവിൽ നിന്ന് അവൻ ഒരുപാട് ആഗ്രഹങ്ങൾ. സ്വർഗത്ത് പോകണം, എനിക്ക് നാളെ ആഖിറത്തിൽ അർശിന്റെ തണലിൽ ഒരുമിച്ച് വിടണം, എനിക്ക് നാളെ മുഅ്മിനീങ്ങളൊക്കെ വലിയ വലിയ നൂറോട് കൂടെ പാലം കടന്നു പോകുമ്പോൾ അവരെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പോകണം, താഴെ കിടക്കുന്ന പാതാളത്തിലേക്ക് ഒരിക്കലും എനിക്ക് വീഴാൻ പാടില്ല, എൻ്റെ ഈ കൈകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹൗലിൽ നിന്ന് കോപ്പ വാങ്ങി കുടിക്കണം. താല്പര്യങ്ങളേറെയാണ്. പക്ഷെ ആ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇപ്പുറത്തെന്താ ഉള്ളത് നമ്മൾ വീക്ഷിക്കേണ്ട ഒരു വീക്ഷണമാണ്. നമ്മൾ ദുർബലരാകാൻ പാടില്ല. ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നല്ല ആളുകളാകണം. ആ ആഖിറത്തിന്റെ അധ്വാനമാണ് നമ്മുടെ പൂർവികരൊക്കെ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വെച്ചത്. പഴയ കാലത്ത് ഒരു കൃഷി എടുക്കുന്ന ആളെ നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. ഈ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ, പുറത്തൊന്നും വേണ്ട. ഒരു കൃഷിപ്പണി, ഒരു 1-2 ഏക്കറിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. അങ്ങനെ കുടുംബം പോറ്റുന്നത്. 12-1 മണിയാകുമ്പോ കഞ്ഞി കൊണ്ട് ചെല്ലുമ്പോ പേരക്കുട്ടിയോ ആ വീട്ടിലെ ഉമ്മയോ ഉമ്മാമയോ ആരാകട്ടെ, ഇനി വേലക്കാരനാകട്ടെ, എന്താ കാണുന്നത്? പാടത്തിന്റെ ഒരു വരമ്പത്ത് ഇനിയും പണി ചെയ്യാനുള്ളത് കൊണ്ട് തോർത്തുമുണ്ട് വിരിച്ച് ഒരു തുണി എടുത്ത്, ഡ്രസ്സൊന്നും കൂടുതൽ ഉണ്ടാകൂലല്ലോ, അപ്പൊ ഒരു തുണി ഇങ്ങനെ ഒരു തോളിലൂടെ ഒരു ഷാളും ഇട്ട് ആ പാടത്തിന്റെ വരമ്പത്ത് ഖിബിലാക്കും തിരിഞ്ഞ് നിസ്കരിക്കാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കഞ്ഞി കുടിക്കാണ്. അസ്റാകുമ്പോഴേക്ക് അവർ വീട്ടിലെത്താണ്, അസ്ർ നിസ്കരിക്കാണ്. ഈ ദുനിയാവിന് വേണ്ടിയുള്ള സമ്പാദ്യത്തിൽ അവർക്ക് ആഖിറത്തിലേക്കുള്ള അമൽ ഒന്നും തടസ്സമായിട്ടില്ല. അങ്ങനെ ജീവിക്കുന്ന ആൺകുട്ടികളാകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഖുർആനെ കുറിച്ച് ആൺകുട്ടികളെ പറ്റി പറഞ്ഞ വർത്തമാനം അങ്ങനെയാണ്. അള്ളാഹു തആല ഓരെ പറ്റി അങ്ങനെ പറഞ്ഞ റിജാലുൻ, അവർ ആൺകുട്ടികളാണ്. ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്. ദുനിയാവിലുള്ള എന്ത് ഏർപ്പാടാകട്ടെ, ബൈ ആകട്ടെ, തിജാറത്താകട്ടെ, കച്ചവടമാകട്ടെ, മറ്റു ബിസിനസ്സുകളാകട്ടെ, ഏതും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരിക്കലും അവരെ ശ്രദ്ധ മാറ്റിയിട്ടില്ല. എന്താണ് ആ ആൺകുട്ടികളെ ചുർക്ക്? ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ. എത്ര വലിയ ബിസിനസ് ആണെങ്കിലും ഏക്കർ കണക്കിന് കാരക്കത്തോട്ടവും മുന്തിരിത്തോട്ടവും നടത്തുന്നവരല്ലേ അവര്. പക്ഷെ ഒരിക്കലും അല്ലാഹു തആലാനെ ഓർക്കുന്ന വിഷയത്തിൽ നിന്ന്, ദിക്റിൽ നിന്ന്, ഇനി ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് ഒരു കാര്യം മുഷാവറ ചെയ്യാനാ വിളിച്ചെങ്കിൽ അതിനു പോലും സഹാബത്തിനോടൊക്കെ വരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു അനൗൺസ്മെന്റ് നടത്തി. എന്നാ പോലും അവരാ തോട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൂല, അവരിങ്ങനെ ആസ്വദിച്ചു നിൽക്കൂല, ഉടനെ പുറപ്പെടും. അതാണ് അവരുടെ ശ്രദ്ധ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി വലിയ ബഹുമാനം മലക്കുകൾ നൽകിയത്. ബഹുമാനപ്പെട്ട ഹൻദലത്തുൽ ഗസീൽ റളിയല്ലാഹു അൻഹു, വസീലുൽ മലായിക, മലക്കുകൾ കുളിപ്പിച്ച മഹാനാണ് ഹൻദല റളിയല്ലാഹു അൻഹു. മലക്കുകൾ ഇങ്ങനെ ഹൻദല റളിയല്ലാഹുവിനെ കുളിപ്പിക്കുന്നുണ്ട് എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് പോയി നോക്കുമ്പോ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകുന്നത് കണ്ടു, തലയിലൂടെയും ശരീരത്തിലൂടെയും. വെള്ളം ഒഴിക്കുന്ന ആളുകൾ അവർ കാണുന്നില്ല, മലക്കുകളല്ലേ. വെള്ളം ഒഴുകുന്നത് ഇങ്ങനെ കാണുന്നുണ്ട്. വീട്ടിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞപ്പോ, വീട്ടിലെത്തിയപ്പോ സഹധർമ്മിണി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എൻ്റെ ഭർത്താവ് വിശ്രമ നേരത്ത് ഞാനുമായി സല്ലപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തു നിന്ന് തങ്ങൾ വിളിക്കുന്നു എന്നുള്ള വിളിയാളം കേൾക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അനൗൺസ്മെന്റ് ഒരു സ്വഹാബി വന്ന് പറയുമ്പോ കേൾക്കുമ്പോ, ഞാനൊരു 10 മിനിറ്റ് കൂടി ഇവിടെ താമസിച്ചു പോയാൽ ഒരു പക്ഷേ എനിക്ക് ആ വിളിക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂല.
എന്ന നിലക്ക് കുളിക്കാനും കൂടി നിൽക്കാതെ എന്തിനാണാവോ വിളിച്ചത് എന്ന് കരുതിയിട്ട് ഓടി വന്നതാണ്. ആ മഹാനുഭാവനാണ് ഷഹീദായി കിടക്കുന്നത്. ഷഹീദിനെ കുളിപ്പിക്കാൻ പാടില്ല, അയാൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. ഷഹീദിനെ ആ ബഹുമാനത്തോടെ തന്നെ ആ ഡ്രസ്സിൽ തന്നെ മറവെയ്യണം. രക്തം പുരണ്ട ഡ്രസ്സിലാണ് നാളെ ആഖിറത്തിൽ അല്ലാഹു തആല അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. പക്ഷെ ആ ഷഹീദിന്റെ ഒരു മധുരം നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരിക്കലും ശ്രദ്ധ മാറാത്ത രൂപത്തിലുള്ള ഒരു പ്രവർത്തനം എത്രമാത്രം വലിയ മഹത്വമാണ്. അത് ചെറുതൊന്നുമല്ല. നമ്മൾ കാണേണ്ട കാഴ്ചപ്പാട് എന്താണെന്നറിയോ നിങ്ങൾ? നമുക്ക് അവരെക്കാൾ സൗകര്യങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ട് അല്ലേ? ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ എവിടെ സഹോദരിമാരുണ്ട്? അവിടെ ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ പഴയ കാലത്തെ ഉമ്മാമ്മമാര് ഉപ്പാപ്പമാര് അവര് കാണാത്ത സൗകര്യങ്ങൾ സംവിധാനങ്ങളാണ് അല്ലാഹു തആല തന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളോട് നിങ്ങൾ ഓടക്കുഴൽ വെച്ച് നോക്കുകയാണെങ്കിൽ പലർക്കും അറിയില്ല. ഓടക്കുഴൽ സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുകയില്ലാത്ത അടുപ്പൊക്കെ നമ്മളെ വല്യപ്പാര് കണ്ടോ? എന്തെല്ലാം വീട്ടിന്റെ ഉള്ളില് അരക്കാനും അതുപോലെ തന്നെ അലക്കാനും അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാനും മെഷീനുകൾ എത്രയാ എളുപ്പം നിർവഹിക്കാൻ വേണ്ടി തന്നത്. മുമ്പൊക്കെ അടുപ്പിൽ ഇങ്ങനെ 40 കൊല്ലം ഊതിയിട്ട് വല്യമാരെ കാഴ്ചക്ക് ചെറിയൊരു മങ്ങലേറ്റു. പക്ഷെ ആ കാഴ്ചക്ക് മങ്ങലേറ്റതിനും അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയുണ്ട്. കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനാണത്. മണ്ണെണ്ണ വിളക്കായിരുന്നു അന്ന് കത്തിച്ചു വെച്ചിരുന്നത്. AC ഒന്നുമില്ല, AC ഒക്കെ സ്വപ്നമായ കാലം. മണ്ണെണ്ണ വിളക്ക്, ആ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് വിശറിയും കൊണ്ട് വിശറിയിട്ട് അങ്ങനെ ഉറങ്ങുന്നവര് സുബഹിന്റെ മുമ്പ് തന്നെ വാങ്ക് കേൾക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് ആ വീടൊക്കെ ഭംഗിയാക്കി നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടൊക്കെ സജീവമാക്കിയിരുന്നെങ്കിൽ വിയർപ്പിന്റെ ഒരു അംശം പൊടിയാതെ കിടക്കുന്ന നമ്മൾ, ഒരർപ്പം പോലും ക്ഷീണം വരാത്ത റൂമിൽ കിടന്നുറങ്ങുന്ന നമ്മൾ എഴുന്നേൽക്കുന്നത് ഇന്നും 6 മണിക്കാണ്. ഇന്ന് 6 മണിക്ക് എണീക്കുന്ന ഒരു മനുഷ്യന്റെ സുബഹിയെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. 6 മണി കഴിയുന്ന സമയത്ത് തന്നെ സൂര്യൻ ഉദിക്കുന്നില്ലേ സഹോദരങ്ങളെ? പിന്നെ ആ മനുഷ്യന്റെ സുബഹി പൂർണ്ണമായും അതായി കിട്ടുന്നുണ്ടോ? അല്ല, ഖളായിട്ടല്ലേ പലർക്കും ലഭിക്കുന്നത്. ഒരു വീട്ടിൽ ഒരിക്കലും സുബഹി ഖളാകാതെ അതായി മാത്രം നിസ്കരിക്കുന്ന കുടുംബം, എല്ലാവരും കിടക്കുന്നത് ഫാനിന്റെ ചുവട്ടിലാണ്. ചിലരൊക്കെ കിടക്കുന്നത് AC-യിലാണ്. നല്ല മികച്ച മിനുമിനുത്ത മെത്തയിലാണ് കിടക്കുന്നത്. നല്ല 40,000 50,000 രൂപന്റെ കട്ടിലിലാണ്. ഉപ്പാപ്പമാര് ഉമ്മാമ്മമാര് കിടന്നുറങ്ങിയിരുന്നതോ അവനവന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ആരെങ്കിലും മേടിയുണ്ടാക്കിയ പടിയിലാണ്. പടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പഴമക്കാർക്ക് മനസ്സിലാവും, പുതിയ ആൾക്കാർക്ക് മനസ്സിലാവാൻ തോന്നുന്നില്ല. പടി ഒരു 3 4 പലക ഉണ്ടാവും, സീഡൊന്നും ഉണ്ടാവൂല. ആ പടിയായിരുന്നു പിന്നീട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഓരോ വീട്ടിലും ഞാൻ അങ്ങനെ ആക്കാന്നുള്ളവർക്ക് നീക്കി ചെയ്തു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അതൊക്കെ തട്ടിപ്പൊളിച്ച് അടുപ്പിലേക്ക് കിട്ടും. ഇപ്പൊ നല്ല നല്ല കട്ടിലാണ്. ഒരു കട്ടിലിന്റെ വില തന്നെ 40,000 റുപ്യ. പക്ഷെ അതിനനുസരിച്ചുള്ള ബോധം നമുക്കുണ്ടോന്നാ ഞാൻ എന്നോട് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മൾ ബോധമുള്ളവരാകണം. കച്ചവടവും ഏർപ്പാടും ഒരിക്കലും നിസ്കാരത്തിൽ നിന്നോ സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നോ ദിക്റിൽ നിന്നോ പിന്തിരിപ്പിക്കാത്ത, ശ്രദ്ധ മാറ്റാത്ത, അങ്ങനെയല്ല അല്ലാഹു പറഞ്ഞ വാക്കിൽ ലാ തുൽഹീഹിം, അവരെ ശ്രദ്ധ മാറ്റിയിട്ടില്ല. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഈ വിഷയത്തെ റെഡിയാണ്. അവരൊരുക്കമാണ്, അവര് മുൻപന്തിയിലാണ്. ഒരിക്കലും അവർ മുടങ്ങിപ്പോകൂല. ഇനി ഏകദേശം രാത്രിയൊക്കെ അധ്വാനിച്ചിട്ട് കുറെ സമയം വൈകിട്ട് അങ്ങനെ ഏതെങ്കിലും അമല് ഖളാകുന്ന സ്വഭാവം ഉണ്ടോ? അതുമില്ല. രാത്രിയൊക്കെ വൈകി വീട്ടിലെത്തിയ സ്വഹാബിമാരുണ്ട്. 2-3 ഘട്ടങ്ങളിൽ മദീന പള്ളിയിൽ ഇശാ നിസ്കാരത്തിന് നേരം വൈകിയിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം നേരം വൈകിയപ്പോ
തങ്ങൾ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഈ ഭൂമുഖത്ത് ഈ നിസ്കാരം കാത്തു നിൽക്കുന്ന ആരുമില്ല എന്ന്. കാരണം നേരെ എത്രയും വൈകിയിട്ടുണ്ട്. പെട്ടെന്ന് ജോലിക്ക് രാവിലെ എളുപ്പത്തിൽ പോകേണ്ട, സുബഹിസ്കാരം കഴിഞ്ഞ് ഉടനെ പോകേണ്ട ആൾക്കാരൊക്കെ നിസ്കരിച്ചു പോയി. തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ എന്ന് കരുതി സ്വഹാബത്ത് അവിടെ ഇങ്ങനെ കാത്തുനിന്നു. അങ്ങനെ അത് 9 മണി, 10 മണി, 11 മണി, 12 മണി, അർദ്ധരാത്രിയിലേക്ക് നീങ്ങി. അപ്പൊ ഇശാ നിസ്കാരത്തിന്റെ ജമാഅത്തിൽ പങ്കെടുത്തു പോയ ആ മഹാന്മാര് സുബഹിക്കും ഉണ്ട് പള്ളിയിൽ. നമ്മളെന്താ കാരണം പറയാ? ഇന്നലെ ഇങ്ങനെ ചെറിയൊരു സ്വീപ്പ് പെട്ട് ഇങ്ങനെ സുബഹി തന്നെ പോയി. ഇന്നലെ അവിടെ ഇങ്ങനെ ചെറിയ തിരക്ക് പെട്ടുപോയിട്ട് അതും പോയി. ഇന്നലെ മറ്റേ തിരക്കിൽ പെട്ടുപോയി, അതും പോയി. ആഖിറത്തിന് വേണ്ടിയുള്ള അമൽ കുറയുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോ, നമ്മുടെ നാട്ടിന്റെ പരിസരത്തു നിന്നൊക്കെ എല്ലാ ഉമ്മമാരും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് ശരിക്ക് കേൾക്കണം, മക്കളെയും കൂട്ടി വെക്കേഷനിൽ നല്ല ടൂറ് പോയി. ഭൂമിയൊക്കെ കാണാൻ വേണ്ടി. ആയത്തറിയില്ലേ? സീറൂ ഫിൽ അർളി വൻദുറൂ കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ൽ. എന്താ ആയത്തറിയാക്കണത്? അതല്ലേ ആയത്ത് തെളിവായിട്ട് തോന്നുന്നത്. സീറൂ ഫിൽ അർളി എന്നുള്ള ഖുർആനിൽ പറഞ്ഞില്ലേ? ശരി, ആയിക്കോട്ടെ, ഭൂമിയൊക്കെ സഞ്ചരിച്ചു. പക്ഷെ ഭൂമിയിൽ പോയി തിരിച്ചു വന്നിട്ടുള്ള ഹാലെന്താ? നിസ്കാരങ്ങൾ എന്ന് പറയുന്ന സംഗതി തീരെ ഇല്ലതില്. 200-300 ദൂരം യാത്ര പോയ ആൾക്കാർക്ക് കസ്റാക്കാനുള്ള ഒരു എളുപ്പം ഇസ്ലാം നൽകിയില്ല. അതും കൂടി നിസ്കരിച്ചില്ല. എന്നിട്ട് അത് ആരെ കൂടെ പോയത്? ഈ മദ്രസയിൽ പോകുന്ന ചെറിയ മക്കളെ കൂടെ. തിരിച്ചു വന്ന് നോക്കുമ്പോഴുള്ള ഹാലെന്താ? തിരിച്ചു വന്ന് നോക്കുമ്പോഴുള്ള ഹാൽ ഇതാണ്. ആ പോയ പോക്കുകൊണ്ട് ആകെ കിട്ടിയ ലാഭം എന്താണ്? 5 വക്ത് നിസ്കാരം പോയി. അതാണ് ആകെ കിട്ടിയത്. കാഴ്ച സ്ഥലങ്ങളോ കണ്ടു. നല്ല എയർ കണ്ടീഷൻ റൂമിലാണ് ഉറങ്ങിയതൊക്കെ. മൊത്തം ചെലവൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 1,00,000 അടുത്തൊക്കെ ഉണ്ട്. നല്ല എയർ കണ്ടീഷൻ ബസ്സിലാ പോയതൊക്കെ റെഡി. പക്ഷെ അതിൽ ആകെ ഒരു കുറവ് വന്ന ഒരു സംഗതി, ആഖിറത്തിലേക്ക് തിളക്കമാറുന്ന അമലാകുന്ന നിസ്കാരമില്ല. അതാണ് അതിലാകെ പോയത്. അതോടുകൂടി ഒക്കെ പോയില്ലേ? എല്ലാം പോയില്ലേ സഹോദരങ്ങളെ? നിസ്കാരമില്ലാത്ത ഒരു മനുഷ്യന്റെ ബാക്കിയുള്ള അമലിന് എന്ത് വിലയുള്ളത്? നിസ്കാരമില്ലാതെ ഒരാൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്ന് കൂട്ടിക്കോളൂ, അവന്റെ ഒരു അമലും പരിഗണിക്കൂല എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരാൾ ചോദിച്ചു, ആരോഗ്യം ഉണ്ടായിരിക്കെ നിസ്കാരം ഒഴിവാക്കുന്ന ആളെ പറ്റി എന്താ പറയുന്നത്? ഹൽ യുഖ്ബലു മിൻഹു തൗഹീദു ഔ ലാ? ആ മനുഷ്യനിൽ നിന്ന് തൗഹീദ് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ? ആരോഗ്യം ഉണ്ടായിരിക്കെ നിസ്കാരം ഒഴിവാക്കിയ ആള്. ഞാനീ പറഞ്ഞ യാത്രക്കാരൊക്കെ അതിൽപ്പെട്ടതാണ്. അവനിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ സ്വീകരിക്കുമെന്ന് വെച്ചപ്പോ മഹാനവറുകളുടെ മറുപടി എന്റെ മറുപടി അല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മറുപടി, മല്ലാ സ്വലാത്ത ലഹു, നിസ്കാരമില്ലാത്തവനില്ല തൗഹീദ ലഹു, യഥാർത്ഥ വിശ്വാസല്ല. നിസ്കാരമില്ലാത്തവന് യഥാർത്ഥ തൗഹീദില്ല. വമല്ലാ സ്വലാത്ത ലഹു ലാ സകാത്ത ലഹു, നിസ്കാരമില്ലാത്തവന് സകാത്തുല്ല. വമല്ലാ സ്വലാത്ത ലഹു ലാ സിയാമ ലഹു, നിസ്കാരമില്ലാത്തവന് നോമ്പും ഇല്ല. എന്ന് പറഞ്ഞാൽ അവന്റെ നോമ്പിനും മറ്റൊന്നും ആഖിറത്തിൽ പരിഗണനയില്ല. ആദ്യം തന്നെ മുന്നോട്ട് വെക്കുന്ന നിസ്കാരമല്ലേ? ആ നിസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യത്തിൽ ആള് ഏറെക്കുറെ ശ്രദ്ധിച്ച് പരിപാലിച്ച് പൂർത്തീകരിച്ച ആളാണോ? ബാക്കിയുള്ള അമലുകൾ മുഴുവനും സ്വീകരിക്കപ്പെടാൻ അതൊരു കാരണമാണ്. അതേ സമയത്ത് പ്രായപൂർത്തിയും പക്വതയും എത്തിയതിനു ശേഷം നോക്കുമ്പോ ആ വിഷയത്തിലാണ് ഏറ്റവും വലിയ കുറവുള്ളത്, ഏറ്റവും വലിയ വീക്ക്നെസ് ഉള്ളത് ആ വിഷയത്തിലാണ്. ധാരാളം സുഹൃതങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒരു ഭാഗത്ത് നിർത്തപ്പെടുകയാണ്. കാര്യമായതിന് സ്വീകരണമില്ല. കാര്യമില്ലാത്ത ഗതി അങ്ങനെ, അവന്റെ അവസ്ഥ എങ്ങനെയാണ്? ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിസ്കാരമില്ലാത്ത ആളെ ഒന്നിനും പറ്റൂല. അതുകൊണ്ടല്ലേ നിങ്ങൾ ഖുർആനിൽ നമ്മൾ വെള്ളിയാഴ്ച ഒക്കെ കേൾക്കലുണ്ടല്ലോ പള്ളിയിൽ നിന്ന്, തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ അല്ലാഹു തആല പഠിപ്പിച്ച 4 ആയത്തുണ്ട് ഖുർആനിൽ.
തൗറാത്തിലുണ്ടായത്ത്, ഇഞ്ചിയിലുണ്ടാ 4 ആയത്ത്. ഏതാ 4 ആയത്ത്? വെള്ളിയാഴ്ച കേൾക്കലുണ്ടല്ലോ, ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ഈ 4 ആയത്തും തൗറാത്തിലുണ്ട്, ഇഞ്ചിയിലുണ്ട്, ഖുർആനിലുണ്ട്. അത് 7-ലൊക്കെ ഉണ്ട്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ലൂല സുഹുഫി ഇബ്രാഹിമ മൂസ. പൂർവിക ഗ്രന്ഥങ്ങളിലൊക്കെ അള്ളാഹു പഠിപ്പിച്ച ഒരു ആശയാണത്. നല്ല ഈമാനോടെ നടന്നവൻ വിജയിച്ചു. ഖദ് അഫ്ലഹ മൻ തസക്ക, മനസ്സ് ശുദ്ധിയാക്കിയ ആള്, അള്ളാഹുവിൽ വിശ്വസിച്ചു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു, അവൻ ജയിച്ചു. പക്ഷേ വിശ്വസിച്ചാൽ മാത്രം ജയിച്ചു എന്നല്ല പറഞ്ഞത്. കൂടെ വദക്കറ സ്മ റബ്ബിഹി, ഉള്ളിലുള്ള വിശ്വാസം നാവ് കൊണ്ട് തുറന്നു പറഞ്ഞു. അതാ ഷഹാദത്ത് കലിമ. പിന്നെ ഒരൊറ്റ അമലാണ് അള്ളാഹു എണ്ണി പറഞ്ഞത്, ഫസ്വല്ലാ, നിസ്കരിക്കുകയും ചെയ്തു. വേറെ ഒന്നും എണ്ണി പറഞ്ഞില്ലല്ലോ. അതാണ് പ്രധാനമായിട്ട് എണ്ണി പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? ഈമാനൊക്കെ ഉണ്ട്, ഇസ്ലാമിന്റെ മെമ്പറൊക്കെ തന്നെയാണ്, പക്ഷേ നിസ്കാരമല്ല. ബാക്കിയുള്ള സംഗതികളൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല നിസ്കാരമില്ലാതെ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ ജാഗ്രത പുലർത്തണം. ആഖിറത്തിന് വേണ്ടി ചെയ്യുന്ന അമലുകളിൽ ഇത്രയേറെ ശ്രേഷ്ഠതയുള്ളൊരു അമല് വേറെ ഇല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്ക്, നിസ്കാരമില്ലാത്ത ഒരു മനുഷ്യൻ നരകത്തിൽ കിടന്നാൽ നരകത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ വലിയ പണിയാണ്. അതേ സമയത്ത് തെറ്റുകുറ്റങ്ങളെ പേരിൽ നിസ്കാരമുള്ള ഒരാൾ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടു നോട്ടിക്കോളൂ. എന്നാൽ അയാളെ ശരീരത്തിൽ നിന്ന് നരകം തൊടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ 7 അവയവങ്ങളാണ്. ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 7 അവയവങ്ങൾ നരകം തൊടൂല. ഏതാണ് 7 അവയവങ്ങൾ? സുജൂദിൽ വെച്ച് 7 അവയവങ്ങളാണ്. അവന്റെ പള്ളഭാഗം കത്തിക്കരിഞ്ഞിട്ടുണ്ടെങ്കിലും, അവന്റെ ശരീരത്തിന്റെ പുറം ഭാഗത്ത് കരിച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും, പെരടിയിലൊക്കെ നരകത്തിന്റെ പാടുണ്ടെങ്കിലും, അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച നെറ്റിയില്ലേ, അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച നെറ്റിയില്ലേ, ആ നെറ്റിക്ക് നരകത്തിന്റെ തീ ബാധിക്കൂല. 2 കൈകളില്ലേ, മുൻകൈകൾ, ഈ 2 കഫിനും നരകം ബാധിക്കൂല. 2 കാൽമുട്ടുകളില്ലേ, ആ 2 കാൽമുട്ടിനും നരകം തൊടൂല. 2 ചെരുപ്പടിക്കാലിന്റെ പള്ളകളില്ലേ, നരകം തൊടുകയില്ല. നരകത്തിൽ നിന്ന് അവസാനം സ്വർഗത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ആളെ ചിത്രവും ഹദീസിലുണ്ട്. അയാള് കത്തിക്കരിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസില് ഇല്ലാ മവാളി അസ്സുജൂദ്, അയാളെ ശരീരത്തിൽ നിന്ന് തീ തൊടാത്ത ഭാഗങ്ങള് സുജൂദിന്റെ സ്ഥലങ്ങൾ മാത്രമാണ്. എന്തൊരു ബഹുമാനാണ് നമസ്കാരത്തിന്. അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് 7 അവയവങ്ങൾ, ഒരു തീയും തൊടൂല, ഒരു തേളും കടിക്കൂല, ഒരു പാമ്പും കുത്തൂല. അതിന് പരിശുദ്ധി ഉണ്ട്. അതേതെങ്കിലും ജനങ്ങളെ മുന്നിലല്ല വെച്ചത്, സൃഷ്ടാവായ ഖാലിഖായ യജമാനായ റബ്ബിന്റെ മുന്നിലാണ് 7 അവയവങ്ങൾ വെച്ചത്. അത്ര വലിയൊരു വണക്കവും വിനയവും ലോകത്ത് വേറെ ഏതാ ഉള്ളത്? അപ്പൊ ആ നിസ്കാരം കൊണ്ട്, നിസ്കാരമൊക്കെ ഉണ്ടായിട്ടും തെറ്റുകുറ്റങ്ങളെ പേരിൽ നരകത്തിൽ കടന്ന ആൾക്കും വേർതിരിച്ച അയാളെ ശരീരത്തിന് അടയാളം കാണുകയാണ്, കലകൾ കാണുകയാണ്. പല ഭാഗത്തും നരകം തൊടാത്ത ആ സൗന്ദര്യവും പ്രസരിപ്പൊക്കെ. അവസാനം സ്വർഗത്ത് കിടക്കുന്ന ആള് ആദ്യമായി അള്ളാഹുവിനോട് ചോദിക്കുന്നത്, പടച്ചോനെ, ഈ നരകത്തിന്റെ ഭാഗത്തേക്ക് ഇനി ഒരിക്കലും എന്റെ മുഖം തിരിക്കരുത്, എന്റെ ശരീരം തിരിക്കരുത്, എനിക്ക് ഈ രൂപം കാണാൻ പറ്റ. നമ്മൾ ഇവിടുന്ന് ദ്വാരക്കുന്ന ദ്വാരയിൽപ്പെട്ടതാണ്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ജഹന്നമിന്റെ അദാബിൽ നിന്ന് എന്നെ നീ മാറ്റിക്കളയണം, അത് കാണാനോ തൊടാനോ എന്നെ നീ ആളാക്കരുത്. അവിടുന്ന് പറയാണ്, എന്റെ മുഖം ഈ നരകം കാണുന്നതിൽ നിന്നൊന്ന് മാറ്റിത്തരണം. അപ്പൊ അല്ലാഹു തആല ചോദിക്കാണ്, നിങ്ങൾ ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ അത് നിങ്ങൾക്ക് നിറവേറ്റി തന്നാ വേറെ വല്ലതും ചോദിക്കോ? ഇല്ല റബ്ബേ, നരകം കാണാൻ വയ്യ, ശിക്ഷ കാണാൻ വയ്യ, അനുഭവിച്ച് അവസാനമായി നരകത്തിൽ നിന്നിങ്ങോട്ട് കയറ്റിയ ആളാ. നരകത്തിന്റെ 1ാമത്തെ തട്ടിൽ നിന്ന്, നരകത്തിന്റെ ഒരു തട്ട് കാലിയാകും,
ബാക്കി 6 തട്ടുകളും അങ്ങനെ തന്നെ നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തട്ടേ കാലിയാവുള്ളൂ, ബാക്കി 6 അങ്ങനെ ഉണ്ടാവും. അത് ഖാലിദീന ഫീഹാ അബദ, കാലാകാലം അങ്ങനെ തന്നെ. റെക്കമെൻഡിനും ആളില്ല, സഹായത്തിനും ആളില്ല, ഷഫായത്തിനും അവർക്ക് ആളില്ല. ഈ 1ാമത്തെ തട്ടിലുള്ള ദോഷികളായ മുവഹിദീങ്ങളായ ആൾക്കാരെ പുറത്തെടുത്തിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ട ആളുകളിൽ അവസാനത്തെ ആള് നരകത്തിൽ നിന്ന് മുഖം മാറ്റിത്തരണമെന്ന് പറയുമ്പോൾ അല്ലാഹു തആല മുഖം ഒന്ന് മാറ്റിക്കൊടുക്കാൻ. നീ വേറൊന്നും ചോദിക്കരുത് കേട്ടോ. ഇല്ല റബ്ബേ, വേറൊന്നും ചോദിക്കാനില്ല, ഇതെന്നെ കിട്ടിയ വലിയ ഭാഗ്യം. നരകത്തിൽ നിന്ന് മുഖം അങ്ങോട്ട് മാറ്റിക്കൊടുത്തു, നരകം കാണാത്ത രൂപത്തിൽ. പിന്നെ അയാൾ നേരെ കണ്ണുകൊണ്ട് നോക്കുന്നത് അങ്ങകലെ, ഈ സിറാത്തൊക്കെ മുറിച്ചു കടന്ന് അങ്ങകലെ എത്തിയാൽ കാണുന്ന മഹത്തായ സ്വർഗത്തിലേക്കാണ് നോക്കുന്നത്. ആ സ്വർഗലോകം എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ കഴിയാത്തൊരു ലോകാണ്. നമ്മൾ എത്ര വർണ്ണിച്ചാലും സ്വർഗാകൂല. ചെറിയ ചെറിയ സാമ്പിളുകളൊക്കെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മൊത്തം സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യനെ കണ്ടും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ സൗന്ദര്യം, അതാണ് സ്വർഗം. ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത അത്രയും നല്ല ശബ്ദം, ഈണം, ഇത് സ്വർഗലോകത്താ. ഇവിടെ കേട്ട ഈണങ്ങളൊന്നുമല്ല. ഒരു മനുഷ്യന്റെ മനസ്സിലും പ്ലാൻ വരക്കാൻ കഴിയാത്ത അത്രയും വലിയ നിർമ്മിതികൾ സ്വർഗലോകത്താണ്. പൂന്തോട്ടങ്ങളും അരുവികളും പാർപ്പിടങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും മാർക്കറ്റുകളും ഒക്കെ എല്ലാത്തിന്റെയും സൗന്ദര്യം വല്ലാത്ത വലുതാണ്. ആ സ്വർഗലോകത്തേക്ക് ഈ മനുഷ്യനൊന്നിങ്ങനെ നോക്കിയപ്പോ അല്ലാഹു തആലയോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പരാജിതനാകരുതല്ലോ. ലാ അകൂനു അഷ്ഖാ മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും താഴ്ന്ന ആള് ഞാനാകാൻ പാടില്ലല്ലോ പടച്ചോനെ. അതുകൊണ്ട് നരകം കാണുന്ന രൂപത്തിൽ ഒന്നും അടുപ്പിച്ച് നിർത്തി തരണം. നേരത്തെ സ്വർഗത്തിൽ നിന്നൊരു മുഖം മാറ്റാനാ പറഞ്ഞത്. ഇപ്പൊ നരകം ഒന്ന് നേരെ ചൊവ്വേ എനിക്ക് അടുത്ത് കാണാൻ പറ്റുന്ന രൂപത്തിൽ എന്നെ ഒന്ന് അടുപ്പിക്കണം. അല്ലാഹു തആല ചോദിക്കുന്നു, മനുഷ്യ, അലം അഅതീതൽ മവാസീഖ വൽ ഉഹൂദ്, നേരത്തെ കുറെ വാഗ്ദാനങ്ങളും കരാറുകളും തന്നില്ലേ, ഇപ്പൊ നീ അത് തിരുത്തുകയാണോ? റബ്ബേ, നിന്റെ സ്വർഗം കണ്ടപ്പോൾ എനിക്കത് ചോദിക്കാൻ തോന്നിപ്പോയി. ഞാൻ നിന്നെ വിശ്വസിച്ച ആളല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിശ്വസിച്ച ആളല്ലേ. ഈ ചോദിക്കുന്ന ആള് നരകത്തിൽ നിന്ന് പുറത്തു വന്ന ആളാണ്. സുജൂദിന്റെ ഭാഗങ്ങൾ മാത്രം നരകം തൊടാത്ത ആളാണ്. അല്ലാഹു തആല പറയുന്നു, എങ്കിൽ സ്വർഗത്തിന്റെ അടുത്തേക്ക് നിന്നെ അടുപ്പിച്ചു തരാം, വേറെ ഒന്നും ചോദിക്കരുത് കേട്ടോ. അങ്ങനെ അല്ലാഹു തആലയോട് കരാർ വാങ്ങിയിട്ട് നരകത്തിന്റെ സ്വർഗത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ചു വെച്ച് കൊടുത്തപ്പോ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ വല്ലാതെ കണ്ട് വല്ലാതെ ആഗ്രഹിച്ച് കൊതിച്ച് സന്തോഷം വന്ന മനുഷ്യൻ പറയുന്നു, റബ്ബേ, എനിക്ക് ആ നരകത്തിന്റെ ഉയർന്ന സ്ഥാനമൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എന്നൊന്ന് പ്രവേശിപ്പിച്ചു തന്നാൽ മതി, നരകത്തിന്റെ ഉള്ളിലൊന്ന് എത്തിയാൽ മതി. ഞാനിപ്പോ സിറാത്ത് വിട്ട് സ്വർഗത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പുള്ള പോയിന്റിലല്ലേ, എന്നെ അതിന്റെ ഉള്ളിലൊന്ന് പെടുത്തിയാൽ മതി, സ്വർഗക്കാരെ കൂട്ടത്തിലൊന്ന് പെടാനാണ്. അല്ലാഹു തആല അപ്പോഴും ചോദിക്കുന്നു, കരാറൊക്കെ നീ മറന്നോ? വേറൊന്നും ചോദിക്കൂലെന്ന് പിന്നെയും ചോദിക്കാം. റബ്ബേ, ലാ അകൂനു അഷ്ഖാ മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പരാജിതൻ ഞാൻ ആകരുതല്ലോ അല്ലാഹ്. അതുകൊണ്ട് എനിക്ക് നീ ഒന്ന് സ്വർഗത്തിലേക്കൊരു പ്രവേശനം തരണം. സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് അവസാനം കരാറ് ആ മനുഷ്യൻ അല്ലാഹു കടത്തി. സ്വർഗത്തിന്റെ ഉള്ളിലെത്തിയപ്പോ സ്വർഗം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച ആ മനുഷ്യൻ അല്ലാഹു തആലാനെ വാനോളം പുകഴ്ത്തി. വലിയ സ്തുതി അല്ലാഹുവിന് പറഞ്ഞപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, എന്ത് വേണം നിനക്ക്? എന്ത് വേണം? വേണ്ടതൊക്കെ ആഗ്രഹിച്ചോളൂ, എല്ലാം തരാം. നീ ആഗ്രഹിക്കുന്നതും അതിന്റെ 10 ഇരട്ടിയും തരാം. ഈ ചരിത്രം കേട്ട് നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കുമ്പോ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാനാ ഞാനിത് പറഞ്ഞത്. അയാൾ സ്വർഗത്തിലെത്താനും ഒരു കാരണം, ആ മനുഷ്യന്റെ ശരീരത്തിൽ
മുറിവേൽക്കാത്ത 7 ഭാഗങ്ങളുണ്ട്. അത് സുജൂദിന്റെ ഭാഗങ്ങളാണ്. തെറ്റുകുറ്റങ്ങളെ പേരിൽ ഒരു പക്ഷേ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. പക്ഷെ നിസ്കാരം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ടോ, പ്രതീക്ഷയ്ക്ക് വലിയൊരു വകയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചെയ്യുന്ന അമല് ആഖിറത്തിന് വേണ്ടി ചെയ്യുന്ന അമലാകണം. മരണത്തിന്റെ ശേഷം ഉപകരിക്കാനുള്ള അമല് എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള എല്ലാ അമലും അതിന് പറ്റൂല. ഇഖ്ലാസുള്ള അമലേ അതിന് പറ്റൂല. ഇഖ്ലാസുള്ള അമല് ചെയ്യുന്ന ആളുകൾക്കാണ് ആ അമല് കൊണ്ട് വലിയ സന്തോഷം ആഖിറത്തിൽ കാണാൻ പറ്റും. അവർക്ക് ആഖിറത്തിലേക്കുള്ള ആദ്യ പടിയായ ഖബറിൽ വെച്ച് തന്നെ ആ അമലിന്റെ സൗന്ദര്യം അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പല മഹാന്മാരും അവർ ചെയ്ത അമലുകളുടെ പുണ്യം ഖബറിൽ വെച്ച് അനുഭവിച്ചത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ശുഹദാക്കൾ. വേറെ വിഭാഗമാണ് ഖുർആൻ ഓതിയവർ. ഖുർആൻ ഓതിയ ആളുകൾ ഖബറിൽ വെച്ച് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോ, ഞങ്ങൾക്ക് ഇവിടുന്ന് ഖുർആൻ ഓതണം, ഞങ്ങൾ ഓതിക്കോളി എന്ന് പറഞ്ഞു. ഓതാനുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ കൊടുത്തു. ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഖുർആൻ ഓതി. അങ്ങനെ കിടന്ന് ഖുർആൻ ഓതുന്ന, ഇരുന്ന് സന്തോഷത്തോടെ ഖുർആൻ ഓതുന്ന ഒരാളെ മേലാണ് ഒരു പൊര കെട്ടാൻ വേണ്ടി ഖബറിന്റെ അടയാളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊരക്ക് വേണ്ടി തറ കീറിയപ്പോ തബാറക സൂറത്ത് ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്. സ്വഹാബി ആകെ പേടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നപ്പോ തങ്ങൾ പറഞ്ഞു, ആ ഖബറിൽ കിടക്കുന്ന ആള് നിത്യം ഓതുന്ന സൂറത്താണത് തബാറക. ഹിയൽ മുൻജിയതു, എല്ലാ അദാബിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് തബാറക. അതാ മനുഷ്യൻ ദുനിയാവിൽ വെച്ച് ഓതിയ ഓത്ത് ഇപ്പോഴും ഓതാണ്. ആ താല്പര്യം കൊണ്ട്, സന്തോഷം കൊണ്ട് ഓതുകയാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ഷഹീദായപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു വലിയ സങ്കടമായിരുന്നു. കാരണം പൊരയിലുള്ളതൊക്കെ ചെറിയ ചെറിയ കുട്ടികളാണ്, ഒക്കെ പെൺമക്കളുമാണ് അധികവും. ഈ പെൺമക്കളൊക്കെ വാരിച്ച ഉത്തരവാദിത്വം എന്റെ തലയിൽ വന്നല്ലോ. ബാപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് എവിടേക്കും പോകായിരുന്നു. ഇവരെ നോക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് വന്നത്. അപ്പൊ ഉഹദ് കഴിഞ്ഞ ശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, മുഖം കണ്ടപ്പോ വല്ലാത്തൊരു ടെൻഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അടുത്തേക്ക് വിളിച്ചു, അല്ല ജാബിർ, എന്തോ ഒരു വിഷമമുണ്ടല്ലോ മുഖത്ത്, എന്താ വിഷമം? അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമല്ല നബിയെ, ബാപ്പുണ്ടെങ്കിൽ ഞാൻ നല്ല സന്തോഷത്തിലാണ്. കാരണം എനിക്ക് ഭാരം കുറഞ്ഞിരുന്നു. ഇപ്പൊ വീട്ടിലെ പെങ്ങന്മാരൊക്കെ ഭാരം എൻ്റെ തലയിലാണ്, അവരൊക്കെ നോക്കണം. അതുകൊണ്ട് എനിക്ക് തങ്ങളെ കൂടെ പോരാൻ ഒഴിവ് കുറവാണ് എന്ന വിഷയം പറഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് സമാധാനിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക്, ജാബിറെ, ഉഹദിൽ ഷഹീദായ ശുഹദാക്കളോടൊക്കെ അള്ളാഹു സംസാരിച്ചു. ശുഹദാക്കളോടൊക്കെ അള്ളാഹു സംസാരിച്ചു. ആ ശുഹദാക്കളോട് അള്ളാഹു തആല ആദ്യം തന്നെ ചോദിച്ചത്, എന്താ വേണ്ടത് അത് ആഗ്രഹിച്ചോളൂ, പറഞ്ഞോളൂ എന്നാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എൻ്റെ മാർഗത്തിൽ ഷഹീദായി വന്ന ആൾക്കാരല്ലേ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തും ചോദിക്കാം, ഏത് സൗകര്യം ഏത് സുഖവും തരാം. അപ്പൊ നിങ്ങളെ ഉപ്പ അടക്കമുള്ള ആൾക്കാർ എന്താ ചോദിച്ചതെന്നറിയോ? ഉർജഉ ഇലദ്ദുനിയാ സാനിയാ വഉഖ്തലു ഫീ സബീലിക സാനിയാ. ദുനിയാവിൽ ഞങ്ങൾ ചെയ്ത ഷഹാദത്തിന്റെ മധുരം ഇത്രയുണ്ടെങ്കിൽ ഒന്നുകൂടി ദുനിയാവിലേക്ക് ഞങ്ങളെ മടക്കി തരണം. രണ്ടാമതും നിന്റെ മാർഗത്തിൽ ഷഹീദായി വരാനാണ്. ഷഹാദത്തിന്റെ മധുരത്തിന്റെ മധു ഞങ്ങൾ അനുഭവിച്ചപ്പോ ഇത്ര പോരാന്നാണ് ഞങ്ങൾ കരുതിയത്. അതുകൊണ്ട് അല്ലാഹ് ഒന്നുകൂടി ഞങ്ങളെ ദുനിയാവിലേക്ക് മടക്കി തരുമോ? റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, ഖസ്സബക മിന്നിൽ ഖൗലു അന്നഹും ലാ യർജിഊൻ. എന്റെ നേരത്തെയുള്ള തീരുമാനമാണ്, ഇങ്ങോട്ട് വന്നവരൊന്നും തിരിച്ചു പോവുകയില്ല. ഇങ്ങോട്ട് വന്നവർ ഇനി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർ ഉയർത്തെഴുന്നേറ്റ് വരും, അല്ലാതെ തിരിച്ചു ദുനിയാവിലേക്ക് മടക്കപ്പെടൂല.
മരണം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്, ഇനി എന്താ നിങ്ങൾക്ക് വേറെ വേണ്ടത്? ആ സമയത്ത് ശുഹദാക്കൾ പറഞ്ഞു, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളെപ്പറ്റി, ഞങ്ങളെ പിന്നിലുള്ള കുടുംബക്കാര്, മക്കള്, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സ്നേഹിതർ, അവർക്ക് നീ വിവരം കൊടുക്കണേ അല്ലാ. അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കിയത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വയസ്തബിശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് ലഭിച്ച ഈ മഹാന്മാരെ പറ്റി അവർ മരിച്ചവര് നിങ്ങൾ വിചാരിക്കരുത്, അങ്ങനെ മനസ്സിൽ കരുതി പോകരുത്. റബ്ബിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂന, അവർക്ക് റിസ്ഖ് നൽകപ്പെടുന്നു, സ്വർഗീയ ഭക്ഷണം നൽകപ്പെടുന്നു. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു നൽകിയ സ്വർഗീയ സുഖങ്ങളെ കൊണ്ട് ആ ശുഹദാക്കൾ സന്തുഷ്ടരാണ്, വല്ലാത്ത സന്തോഷത്തിലാണ്. സ്വർഗത്തിലെ പരിമളം, സ്വർഗത്തിന്റെ സുഗന്ധം എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സന്തോഷത്തിലാണ്, വലിയ റാഹത്തിലാണ്. നിങ്ങൾ നോക്ക്, ജീവിതകാലത്ത് ചെയ്ത അമല് അവരങ്ങനെ തന്നെ ഖബറിൽ വെച്ച് ആസ്വദിക്കുകയാണ് അതിൻ്റെ അവസ്ഥ. എന്നിട്ടത് മതിയായിട്ടില്ല എന്ന് തോന്നുകയാണ്. അത് ആഖിറത്തിന് വേണ്ടി ചെയ്യുന്ന അമലാകുമ്പോൾ അങ്ങനെയാണ്, മതിയായിട്ടില്ല എന്ന് തോന്നും, ഇനിയും ചെയ്യാൻ വേണ്ടി തോന്നും. മുഅ്മിനീങ്ങളിൽ പലർക്കും അല്ലാഹു തആല അങ്ങനെയാണ് ഖബറിൽ വെച്ച് അവസരം കൊടുക്കുന്നത്. നിസ്കരിക്കാനുള്ളവർക്ക് ചിലർക്ക് നിസ്കാരം കൊടുക്കും, ഓതാനുള്ളവർക്ക് ഓത്ത് കൊടുക്കും, ദിക്ർ ചൊല്ലാനുള്ളവർക്ക് ദിക്ർ കൊടുക്കും, മദ്ഹ് ചൊല്ലാനുള്ളവർക്ക് മദ്ഹ് കൊടുക്കും. ഇങ്ങനെ വ്യത്യസ്ത അമലുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അത് കൊടുക്കും. ചെയ്യുന്ന അമലൊക്കെ ആഖിറത്തിന് വേണ്ടി മരണത്തിന്റെ ശേഷം ഉപകരിക്കാനുള്ള അമലാണെങ്കിൽ വലിയ സന്തോഷമാണ് അതുകൊണ്ട് കിട്ടുന്നത്. ചെയ്യുന്ന അമല് മരണത്തിന്റെ ശേഷം ഉപകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസ് മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞൊരു വസിയത്തുണ്ട്. ആ ഹദീസ് കേട്ട ശേഷം മുആദ് റളിയല്ലാഹു അൻഹു വല്ലാതെ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ഒരു ഹദീസ് കേട്ടതുപോലെയൊന്നുമല്ല. മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മുആദേ, നിങ്ങൾക്ക് ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം. നിങ്ങളത് ഹിഫ്ലാക്കിയാൽ, ഹൃദിസ്ഥമാക്കിയാൽ അത് നിങ്ങൾക്ക് ഉപകരിക്കും. നിങ്ങളത് വെറുതെയാക്കിയിട്ട് നിങ്ങളത് ഹിഫ്ലാക്കിയില്ല എന്നാൽ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കുള്ള തെളിവ് മുറിഞ്ഞു പോകും. അതുകൊണ്ട് നല്ലോണം ഈ ഹദീസ് ഹിഫ്ലാക്കണം. എന്നിട്ട് പറഞ്ഞു, മുആദേ, അല്ലാഹു തആല ആകാശഭൂമി പടക്കുന്നതിന്റെ മുമ്പ് 7 മലക്കുകൾ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോ മലക്കിനും 7 ആകാശങ്ങളല്ലേ, ഓരോ ആകാശത്തിനും ഓരോ ബബ്ബാബ്, ഓരോ മലക്കുകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആ മലക്കുകൾ അടുത്തേക്കാണ് ദുനിയാവിൽ ചെയ്യുന്ന ആളുകളുടെ അമലുമായിട്ട് മലക്കുകൾക്ക്, ഹഫലത്തിന്റെ മലക്കുകൾക്ക് ഉയർന്നു പോകാനുള്ളത്. നേരം വെളുത്ത് വൈകുന്നേരമാകുന്നത് വരെ ചെയ്യുന്ന അമലുമായിട്ട് എങ്ങോട്ടാ കയറിപ്പോകാനുള്ളത്. ആ അമലിന് ലഹു നൂറുൻ കനൂരി ശംസ്, ഷംസിന്റെ നൂറ് പോലെ വല്ലാത്ത പ്രഭയുണ്ടാകും. അങ്ങനെ 1ാമത്തെ ആകാശത്തിലേക്ക് എത്തിയാൽ മലക്കുകൾ പറയും, ഹഫലത്തിന്റെ മലക്കുകൾ പറയും, ഈ ഇതാ ഒരു അടിമയുടെ അമലുമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്, സ്വീകരിക്കണം എന്ന് പറയും. 1ാം ആകാശത്തിൽ അള്ളാഹു നേരത്തെ ഏൽപ്പിച്ച മലക്ക് പറയുന്നത് എന്താണെന്നറിയോ? ആ അമൽ കറക്റ്റ് അല്ലെങ്കിൽ അയാൾ പറയും, ഇദ്രിബൂ ബിഹാദൽ അമലി വജ്ഹ സ്വാഹിബിഹി, ഈ അമൽ കൊണ്ടുപോയി ചെയ്താളെ മുഖത്തേക്ക് നിങ്ങൾ അടിക്കണം. അന സ്വാഹിബുൽ ഗീബാ, ഞാൻ ഗീബത്തിന്റെ ആളാണ്. അമറനി റബ്ബി അല്ലാ അദാ അമലി മൻ ഇഗ്താബന്നാസ്, ജനങ്ങളെ ഗീബത്ത് പറയുന്ന ഒരൊറ്റാളെ അമലും ഇങ്ങോട്ട് കടത്തി വിടണ്ടാന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. 1ാമത്തെ ലോകത്ത് 1ാമത്തെ ആകാശത്തിൽ വെച്ച് ഇങ്ങോട്ട് വലിച്ചെറിയപ്പെടുന്ന അമലുകൾ എത്ര ഉണ്ടാവുന്നെന്ന് ആലോചിച്ച് നോക്കി. ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞാൽ തന്നെ, ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ, ഒരു ഇശാ നിസ്കാരം കഴിഞ്ഞാൽ, ഒരു ഏത് നല്ല സദസ്സ് കഴിഞ്ഞാലും, ഇനി പോകട്ടെ ഒരു കല്യാണ സദസ്സാണെങ്കിലും
ഒരാളെ മറവെയ്ത് വരുന്ന സമയമാണെങ്കിൽ പോലും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളെ അമല് ഒന്നാം ആകാശത്തിലേക്ക് എത്തിയിട്ട് അവിടെ കാവൽ നിൽക്കുന്ന മലക്ക് നമ്മളെ മുഖത്തടിക്കാൻ വേണ്ടി കൊണ്ടുപോയ മലക്കളോട് ഏൽപ്പിക്കുന്ന അമലാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്നാം ആകാശത്തിലെ മലക്കിനെ തന്നെയാണ് അള്ളാഹുവിടെ നിർത്തിയത്. അന സ്വാഹിബുൽ ഗീബ, ഞാൻ ഗീബത്തിന്റെ ആളാണ്. ആരൊക്കെയാണോ ജനങ്ങളെ ഗീബത്ത് പറഞ്ഞിട്ട് അമലേറ്റ് ഇങ്ങോട്ട് വന്നത്? ഗീബത്ത് ചെറുദോഷാണ്. പക്ഷേ ഉലമായിനെ പറ്റിയും വലിയ വലിയ മഹാന്മാരെ പറ്റിയും തങ്ങന്മാരെ പറ്റിയൊക്കെ പറയുമ്പോൾ ഡിഗ്രി കൂടും. സാധാരണ നിലക്ക് ചെറുദോഷാണത്. പക്ഷെ ആ ചെറുദോഷാണെങ്കിലും അതിന്റെ വില നോക്കി നിങ്ങൾ. ഈ മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത അമലിൽ ഇങ്ങനെ ഒരു കലർപ്പുണ്ടെങ്കിൽ ഒന്നാം ആകാശത്തിലെ മലക്ക് അങ്ങോട്ട് കടത്തി വിടൂല. ഏനാകാശവും കഴിഞ്ഞ് കയറിപ്പോകുന്ന സ്വീകാര്യതയുള്ള അമലിന്റെ കൂട്ടത്തിൽ ഇത് പെടൂല. മരണത്തിന് വേണ്ടി അമൽ ശേഷമുള്ള അമലായിട്ട് ഉപകരിക്കുന്ന അമലാണോ? നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഗീബത്ത്. ഒന്നാമത്തെ ആകാശത്തിലാണ് അതിൻ്റെ ചുമതലയുള്ള മലക്കിനെ നിർത്തി എന്ന് പറയുമ്പോൾ തന്നെ 1-2 ആകാശങ്ങളോ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റാണ് പൊയ്ക്കോളും എന്ന് കരുതാനും മാർഗമില്ലല്ലോ. ഫസ്റ്റ് തന്നെ മടക്കല്ലേ, ഫസ്റ്റ് തന്നെ തിരിച്ചു വിടല്ലേ നമ്മളെ. നിങ്ങൾ കണ്ടില്ലേ, ഒന്നാമത്തെ ടെസ്റ്റിന് തന്നെ ആളെ മടക്കി വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് പ്രതീക്ഷയല്ല. ഒന്നാമത്തെ ടെസ്റ്റ് തന്നെ മടക്കിയതാണ്, ഇനിയിപ്പോൾ പോയിട്ട് കാര്യമില്ല. നീ നല്ലോണം ഒന്ന് അധ്വാനിച്ച് റെഡി ആയിട്ട് വേണം അടുത്ത ടെസ്റ്റിന് പോകാൻ. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ മടക്കിയിട്ട് പിന്നെ നമ്മൾ കണ്ടു പോകാനാ. ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ മടക്കി വിട്ടാൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പറ്റാത്തത് ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ, പറ്റാത്ത വിഷയങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ കഴിയുമെങ്കിൽ തിരുത്തുക, അല്ലെങ്കിൽ അവിടുന്ന് തടി സലാമത്താക്കുക. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ മഹാനവർകളെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോയി. ഒരു സൽക്കാരത്തിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ പത്തിരൊക്കെ പ്ലേറ്റിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ ഈ വന്ന ആൾക്കാർ ആരെയോ ഒന്ന് കുറ്റം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ പത്തിരി പ്ലേറ്റിലേക്ക് ഇട്ടിട്ടാണ് ഇറച്ചിയൊക്കെ ഒഴിക്കല്. നിങ്ങൾ ആദ്യം ഇറച്ചി തിന്നിട്ടാണ് പത്തിരി തിന്നുന്ന സ്വഭാവമല്ലേ, അതുകൊണ്ട് നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാനല്ല, ഞാൻ തൽക്കാലം പോകുക, നിങ്ങളെ പേടിയാണ് എനിക്ക്. ഞങ്ങളുടെ നാട്ടിലെ അങ്ങനെ പത്തിരി ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇടും, പിന്നെ ഇറച്ചി കോരിയിടും, അങ്ങനെയാണ് സ്വഭാവം. ഇവിടെ വന്ന് നോക്കുമ്പോൾ ആദ്യം ഇറച്ചിയാണ് തിന്നുന്നത്, പിന്നെയാണ് പത്തിരി. അതുകൊണ്ട് നിങ്ങളെ കൂടെ ഞാനില്ല, ഒറ്റ പോക്ക് പോയി. ഒരു വർത്തമാനം കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലത് പറയാം, കേൾക്കാനും മറ്റൊരാൾ കേട്ടാലും സന്തോഷമുള്ള കൂലി കിട്ടുന്ന നല്ല കാര്യങ്ങൾ പറയാം, സുന്നത്താണത്. ഉണ്ടാതിരിക്കണമെന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഖൈറ് പറയൽ നല്ലതാണ്, നല്ലത് പറയണം. ഒരാൾക്ക് പഠിക്കാൻ പറ്റിയതോ, ഒരാളെ സുഖാന്വേഷണങ്ങൾ അന്വേഷിക്കുന്നതോ, ഒരാൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പരിഹാരം നിർദ്ദേശിക്കുന്നതോ, ദീനിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ചർച്ചയോ നല്ലത് പറയാം. അത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെയുണ്ട്, വാപ്പാന്റെ അസുഖം എങ്ങനെയുണ്ട്, ഭക്ഷണം കഴിക്കും. വാപ്പാക്ക് കുഴപ്പമില്ല, വാപ്പ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, അവിടെ എല്ലാവരും ഉണ്ട്, ഞാൻ ഇന്നലെയും ഞാനൊക്കെ അവിടെയാണ്. ആ ഭക്ഷണം കഴിക്കുന്നിടയിൽ ഈ അന്വേഷണം നല്ലതാണ്. ആ വാപ്പാന്റെ സുഖങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കൂലിയിട്ടും വാപ്പാന്റെ അസുഖത്തെക്കുറിച്ച് ഒരാൾ അന്വേഷിക്കുന്നത് തെറ്റല്ലല്ലോ, നല്ലതാണല്ലോ. നല്ലത് പറയാം. നല്ലതല്ലാത്ത ഒരു വാക്ക് പറയുമ്പോഴേക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എത്ര തിരുത്തിന്നറിയോ? എത്ര ഗൗരവത്തിലാ തിരുത്തിയത്. അത്ര ഗൗരവം പലപ്പോഴും കണ്ടതെന്നെ ഓർമ്മല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നാവിൽ നിന്ന്, എത്ര വലിയ മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, മഹദിയുടെ നാവിൽ നിന്ന് അപ്പുറത്തുള്ള സ്വന്തം കൂടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒരു ഭാര്യയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ കൂട്ടത്തിൽ, നിങ്ങൾക്കിപ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ആ പെണ്ണ് മതിയാകൂലേ എന്ന ഭാഷയിൽ, കുറച്ചൊക്കെ കുറിയ പെണ്ണ്, കുള്ളത്തിയായ ആ പെണ്ണ് മതിയാകൂലേ എന്ന ഒരു ഭാഷയിൽ ഒരു വാക്ക് പറഞ്ഞപ്പോ ഉടനെ തങ്ങൾ തിരുത്തി, ആയിഷ ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജ്തുഹു, ഈ പറഞ്ഞ വാക്ക് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ കടലിലെ വെള്ളം കലങ്ങിപ്പോവും. പറഞ്ഞത് പറഞ്ഞു, മേലാല് പറയരുത്. നിർദ്ദേശാണത്, ഉപദേശാണത്, പറച്ചിലാണ് അവിടെ തിരുത്തിയത്.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ 1-2 ഹദീസുകളിൽ ധാരാളം ഹദീസുണ്ട്. തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്താം. ചില ആൾക്കാർ തിരുത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പതുക്കെ തടി സലാമത്താക്കുക, അല്ലെങ്കിൽ സലാം പറഞ്ഞു പോകുക. അസ്സലാമു അലൈക്കും, നിങ്ങളെ കാര്യത്തിൽ നോക്കിയുള്ളൂ, ഞാൻ പോവുകയാണ്. അതാണ് ഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരക്കേട് പറയുന്ന ആൾക്കാർ സംസാരിക്കാൻ വന്നാൽ ഒന്നുകിൽ മൗനം പാലിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവർക്ക് അതല്ല ശരി, നിങ്ങളാ പറഞ്ഞത് തെറ്റാണ്, ഇതാണ് ശരി, തിരുത്തി കൊടുക്കണം. ചിലപ്പോൾ അതിനൊന്നും കഴിയില്ല. അപ്പൊ സലാം പറഞ്ഞ് വേഗം തടി സലാമത്താക്കിയേക്കണം. ആ മാർഗങ്ങൾക്കാണ് പഠിപ്പിക്കപ്പെട്ടത്. ഒന്നാമത്തെ ലോകത്ത് തന്നെ, ആകാശ ലോകത്ത് തന്നെ ഈ ആളെ നിർത്തി എന്ന് പറയുമ്പോൾ ഒരു കാഫിറിനെ പോലും ഗീബത്ത് പറയാൻ പാടില്ല. മുസ്ലിമിനെ മാത്രല്ല, ഒരു ഹൈന്ദവ സുഹൃത്തിനെ പറയാൻ പാടില്ല, ക്രൈസ്തവനെ പറയാൻ പാടില്ല. എല്ലാവരും പറയുന്നതും ഗീബത്തിന്റെ കുറ്റുണ്ട്. പിന്നെ ആ ഗീബത്ത് പറയാൻ പറ്റും, അവിടെ ഉദ്ദേശം നന്നാക്കി പറയണം, അല്ലെങ്കിൽ ഇതിനും കുറ്റ. മക്കളെ അടുത്ത് ഉസ്താദ്മാരെ അടുത്ത് വന്നിട്ട് വാപ്പ പറഞ്ഞു, ഉസ്താദ് എൻ്റെ മോന് എല്ലാ കാര്യത്തിനും ഉഷാറാണ്, പക്ഷെ ഓന് നിസ്കരിക്കാൻ ചെറിയൊരു മടിയുണ്ട്. സുബൈക്കൊക്കെ ഞാനത് കാണല്, ഉസ്താദൊന്ന് പറഞ്ഞാൽ ഉസ്താദിനെ നല്ല ബഹുമാനാണ്, ഉസ്താദിനെ നല്ല സ്വീകാര്യതയാണ്, ഉസ്താദൊന്ന് പറഞ്ഞാൽ ഓനൊന്ന് ഉഷാറായിക്കോളും എന്ന അർത്ഥത്തിൽ ഇപ്പൊ ഈ കുട്ടിയെ പറയുന്നത് ഗീബത്താണ്. പക്ഷെ നല്ല ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ അത് ഗീബത്തിന്റെ കുറ്റം ഉണ്ടാവൂല. കാരണം ഈ കുട്ടി നന്നാകണം എന്നാണ് വാപ്പാന്റെ ഉദ്ദേശം. ഭർത്താവിനെ പറ്റി നല്ലതാണ് ഭാര്യ പറഞ്ഞു കൊടുക്കുന്നത്. ഭാര്യ വീട്ടിൽ ചെന്നിട്ട്, ഭർത്താവിന്റെ വീട്ടിൽ ചെന്നിട്ട് ഭർത്താവ് സ്വന്തം ബാപ്പാനോട് ഭാര്യനെ പറ്റി പറയുന്നത് എന്തെങ്കിലൊക്കെ തിരുത്താനുള്ള ആവശ്യമാണ്, നല്ല മസ്ലഹത്തിനാണെങ്കിൽ കൂലിയാണ്. അതല്ല, കുറച്ച് വാക്ക് കേൾപ്പിക്കാനാണെങ്കിൽ കുറ്റമാണ്. കുറച്ച് വാക്കോ അടിയോ അല്ലെങ്കിൽ ചീത്തയൊക്കെ അതിന് പിന്നിൽ കിട്ടണമെന്ന് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ഉദ്ദേശ്യം മാറി. ആള് മോശമാകാനോ മറ്റൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല. നന്നാകാനുള്ള മസ്ലഹത്തിന്റെ ഉദ്ദേശം കൊണ്ട് പറ്റും. അത് ഒരാളെ പറ്റി തിരുത്താൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. അയാൾ പറഞ്ഞാലേ തിരുത്തുള്ളൂ, അയാൾക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ അയാൾ തമ്മിൽ വലിയ ബന്ധമാണ്, എനിക്കറിയാം. നിങ്ങൾ എങ്ങോട്ട് വിളിച്ചാലും അയാളും പോകും, അയാളെ വിളിച്ചാൽ നിങ്ങളും വരും, അത്രയും തമ്മിൽ ബന്ധമാണ്. അയാളിലൊരു കാര്യമുണ്ട്, നിങ്ങൾ പറഞ്ഞ് തിരുത്തൂലേ, ഞാനത് പറഞ്ഞു തന്നാൽ ഇപ്പം ഇയാളെ മനസ്സിൽ നിയത്ത് നന്നാക്കിയിട്ട് ഇയാളെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു സ്വഭാവം മുപ്പരിക്കുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞ് ശരിയാക്കണം. നല്ല നീയത്തോടെയാണ് പറഞ്ഞത്. അവരെ ബന്ധം വഷളാക്കാനല്ല ഉദ്ദേശം. അതുകൊണ്ടാവും ചിലപ്പോൾ ഉദ്ദേശം. ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പം എനിക്ക് എന്നെ പറ്റില്ലല്ലേ, എനിക്ക് ഇതാരാ പറഞ്ഞത്, അത് ശരി, ഞാനും ഇനി ബന്ധമല്ല എന്ന അർത്ഥത്തിലാകാനല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത്. അയാളെ മറ്റേ ആള് പറഞ്ഞ് നന്നാക്കാനാണ്. അൽഹംദുലില്ലാ, നല്ലതാണ്, ഒരു കേടും അതിനില്ല. നീയത്ത് നന്നാക്കണം. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീയത്തിൽ നന്മ ഉദ്ദേശിക്കാതെയാണ് ആ പറയുന്നതെങ്കിൽ ആ പറച്ചിൽ ഹറാമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലോ നാവിന് അള്ളാഹു തആല ഇത്രയും വലിയ കാവൽ നൽകിയത്. ഇവിടെ ഒന്നാമത്തെ ആകാശത്തിൽ ഗീബത്തിന്റെ മലക്കിന്റെ കാവലുള്ള മലക്കിനെ നിർത്തി നിൽക്കുമ്പോഴേ അജബ് തോന്നണ്ട. നമ്മളെ ശരീരത്തിന് ഏറ്റവും വലിയ കാവൽ നൽകപ്പെട്ട അവയവേദ നാവാണ്, അല്ലേ? ഒരു സ്വർണം സൂക്ഷിക്കും പോലെയാണ് നാവിനെ സൂക്ഷിച്ചത്. പുരയിലൊക്കെ സഹോദരിമാരെ എങ്ങനെ സ്വർണം സൂക്ഷിക്കല്? സ്വർണം ആദ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറിൽ ഇങ്ങനെ പൊതിയും. വരയും കുറിയൊന്നും വരാത്ത പേപ്പറിൽ, എല്ലാ പേപ്പറിനും പറ്റൂല, ഒരു സോഫ്റ്റായ പേപ്പറിൽ. എന്നിട്ടത് ചെറിയൊരു പെട്ടിക്കകത്ത് ഒന്ന് മൂടി വെക്കും. ഈ പെട്ടി ഒരു പേസിനകത്തിടും. ആ പേസ് ലോക്കുള്ളൊരു പെട്ടിക്കകത്തെടുത്തു. ആ പെട്ടി പിന്നെ നല്ലൊരു ഷെൽഫിന്റെ അടുത്ത് ഭദ്രമായിട്ട് പൂട്ടി വെക്കും. ഇപ്പൊ എത്ര അറയായി? നാവിന് നല്ല അടപ്പായിട്ട് 2 അണ്ണാക്ക് തന്നു, അപ്പുറം അപ്പുറവും 28 കാവൽക്കാരെ തന്നു. നാവ് മൂർച്ചുള്ളവർക്ക് ചിലക്ക് 32 ഉണ്ടാവും. പല്ലും നെണ്ണി നോക്കി പല്ലിന്റെ എണ്ണം കൂടുതലുണ്ടോ? ചിലപ്പോ നാവ് മൂർച്ചുള്ളതുകൊണ്ട് എണ്ണ അല്ല ഏറെ തന്നേക്കാറ് കാവൽക്കാരെ. ചിലർക്ക് 28, ചിലപ്പോൾ ഏറെ ഉണ്ടാവുമല്ലോ. ഇത്രയും കാവൽക്കാരെ നിർത്തി പുറത്ത്, പെട്ടെന്ന് പുറത്ത് കിടക്കാതിരിക്കാൻ ഒരു വാച്ച്മാനൊന്നല്ല, എത്ര ആളുള്ളത്. അതിന്റെ പുറത്ത് പിന്നെയും 2 ചുണ്ടുകളെ കൊണ്ട് അടപ്പിച്ചു വെച്ചു. ഈ രൂപത്തിൽ ഒരു പ്രൊട്ടക്ഷൻ നൽകിയ അവയവം ഏതാ ഉള്ളത്? സ്വകാര്യ അവയവത്തിന് പോലും ഈ രൂപത്തിൽ മറയില്ല. 2 കാലിന്റെ മറയല്ലാതെ വേറെന്താ അതിനുള്ളത്? അതുകൊണ്ടാണ് നാവ് ഇത്രയും അധികം സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിക്കാനുള്ള കാരണം, പഠിപ്പിക്കാനുള്ള കാരണം. ഖുർആനിലുടനീളം അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചൊരു കാര്യം അതാണ്. വഖൂലു ഖൗലൻ
സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളെ പാപങ്ങളൊക്കെ പുറത്തിരണോ, ചെയ്യണ അമലൊക്കെ നന്നാകണോ. തഖ്വക്ക് ഒരു മാർഗമാണ് അല്ലാഹ് ആകെ പറഞ്ഞത്, വഖൂലു ഖൗലൻ സദീദാ, ശരി മാത്രം പറയണം, വേറെ ഒന്നും പറയരുത്. ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ, ശരി മാത്രാണോ പറയുന്നത്, എന്നാ അമലൊക്കെ നന്നായി കിട്ടും. അയാളെ പറച്ചു പോലെ തന്നെയാണ് അയാളെന്ന് അറിയില്ലേ, അയാളെ പറച്ചു പോലെ തന്നെയാണ് അയാളെ പണി എന്നൊക്കെ. ആ പറച്ചില് പോലെ ആളുണ്ടാകുക. പറച്ചില് പോലെ നമ്മൾ മോശമാകാൻ പാടില്ല, പറച്ചില് നന്നാക്കിയിട്ട് നമ്മൾ നന്നാകണം. നല്ലവിൽ അല്ലാഹു നമ്മൾ ചേർത്തി തരട്ടെ. മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇനി ഒന്നാം ആകാശത്തിൽ തടസ്സമില്ലാതെ രണ്ടാം ആകാശത്തിലേക്ക് പോവുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, സ്വാലിഹായ അമലും കൊണ്ടാണ് ഈ പോകുന്നത്. നിസ്കാരമോ ഖുർആനോ ദാനധർമ്മങ്ങളോ ഒക്കെ കൂട്ടിക്കോളൂ. അങ്ങനെ അതാ രണ്ടാമത്തെ ആകാശത്തിലേക്ക് എത്തുമ്പോ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയുന്നു, ഖിഫൂ വദ്രിബൂ ബിഹാദൽ അമലി വജ്ഹ സ്വാഹിബിഹി, നിൽക്കൂ മലക്കുകളെ, ഈ അമൽ കൊണ്ടുപോയിട്ട് ഇത് ചെയ്ത ആളെ മുഖത്തടിക്കണം. ഇന്നഹു അറാദ ബിഹാദൽ അമലി അറദദ് ദുനിയാ, ദുനിയാവിൽ ഈ മനുഷ്യൻ ഈ അമൽ കൊണ്ട് ഉദ്ദേശിച്ചത് ദുനിയാവിന്റെ സമൃദ്ധിയാണ്, ദുനിയാവിന്റെ പുരോഗതിയാണ് ഉദ്ദേശിച്ചത്. റബ്ബനോട് കൽപ്പിച്ചിട്ടുണ്ട്, ഇന്നഹു കാന യഫ്തഖിറു അലന്നാസി ഫീ മജാലിസിഹിം, ഇയാള് സദസ്സുകൾ കിട്ടുമ്പോ ജനങ്ങളെക്കാൾ വലിയ പ്രൗഢി നടിക്കാറുണ്ട്. അതുകൊണ്ട് ഇയാളെ അമല് ലക്ഷ്യമാക്കിയിട്ടില്ല, ശരിയായിട്ടില്ല, പോകണം, തിരിച്ചു പോകണം. നമ്മൾ ഏത് മജ്‌ലിസിൽ എത്തിയാലും എന്നെക്കാളും എത്രയോ ബഹുമാനമുള്ള ആൾക്കാർ ഈ സദസ്സിലുണ്ട്. ആ ബഹുമാനം ഇപ്പൊ നമ്മൾ കണക്കാക്കുന്ന രൂപത്തിലല്ല, അള്ളാഹു അല്ലേ കണക്കാക്കുന്നത്. എത്ര നല്ല നല്ല ആൾക്കാരുണ്ടാകും. ഉംറക്ക് പോയ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെക്കാൾ എത്രയോ ഉത്തരം കിട്ടുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഹജ്ജിന് പോയവരുണ്ടാവില്ലേ, സിയാറത്തിന് പോകുന്നവരുണ്ടാവില്ലേ. എവിടെ നമ്മളെത്തിയാലും നമ്മളാണ് ഏറ്റവും സാധു എന്ന് നമ്മളെ മനസ്സിലുണ്ടാകണം. നമ്മളാണ് ഉഷാറെന്നല്ല, നമ്മളാണ് മികച്ച ആളെന്നല്ല. അങ്ങനെ ആകുമ്പോ നമ്മൾ ഈ ചെയ്യുന്ന അമല് കൊണ്ട് ഒരു പ്രൗഢി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെക്കാളും ഇൽമുള്ള ആളും അമലുള്ള ആൾക്കാരൊക്കെ ലോകത്തുണ്ട്. അവരെ കൂട്ടത്തിൽ ഒരു ചെറിയ ആള്, എണ്ണപ്പെടാൻ മാലും പോലും ഇല്ലാത്തൊരു ചെറിയ വ്യക്തിത്വമാണ് നമ്മൾ എന്ന് ഓരോരുത്തരും നിശ്ചയിക്കണം. ഒരു ജമാഅത്ത് നിസ്കാരത്തിനോ ജുമഅക്കോ എത്തിയാൽ നമ്മളെ മനസ്സിലുണ്ടാകുന്ന നീയത്തെന്താ, പടച്ചോനെ എന്റെ നിസ്കാരമൊക്കെ എങ്ങനെയാണ്, ഇതിന് നല്ല നിസ്കാരവും തഖ്വയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. സ്വീകരിക്കുമ്പോ എന്റെതും കൂട്ടത്തിലുണ്ട്. ഒന്നും പറയാൻ എനിക്കൊന്നുമില്ല, എനിക്കൊന്നും എന്റെ നിസ്കാരമാണ് മെച്ചമുള്ളത്, എന്റേതാ സ്വീകരിക്കേണ്ടത് പറയാൻ എനിക്ക് കഴിയൂല പഠിച്ചോനെ. അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നല്ല തഖ്വയുള്ളവര് ഇൽമുള്ളവരൊക്കെ ഉണ്ട്, വേറെ ചിന്തൊന്നും വരാതെ നിസ്കരിക്കണോലുണ്ട്, ഒരു സുന്നത്തും പെടാതെ നിസ്കരിക്കണോലുണ്ട്. അവരെ കൂട്ടത്തിൽ ഉള്ള ഒരാളല്ലേ ഞാന്, അതുകൊണ്ട് എൻ്റെ കൊണ്ട് സ്വീകരിക്കണം എന്ന അർത്ഥാണ് ആ നിസ്കരിക്കുന്ന ആളെ മനസ്സിലുണ്ടാകേണ്ടത്. ഞാൻ 5 ജമാഅത്തിനും വരുന്നോണ്ട് ഞാനൊരു നല്ല ആളായി എന്ന തോന്നലുണ്ടാകരുത്. എല്ലാ പരിപാടിക്കും ഞാൻ മുമ്പന്തിയിലുള്ളതുകൊണ്ട് ഞാൻ നല്ല ആളായി തോന്നലുണ്ടാകരുത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. കഠിനാധ്വാനം കൊണ്ട് അമല് ചെയ്ത മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ അമല് ഇന്ന് നമ്മൾ പോയി കാണുന്ന കഅബയുടെ പഴയ കഅബ, ആ കഅബക്ക് കല്ല് ചുമന്നു കൊണ്ടുവന്നത് മിനയിൽ നിന്നാണ്. തോളിലേറ്റിയിട്ട് കല്ല് ചുമന്നു കൊണ്ടുവരാണ്. കൂടെ ഒരു സഹായി മാത്രമാണുള്ളത്, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ കല്ലിങ്ങനെ ചുമന്നു കൊണ്ടുപോകാൻ എത്ര പാടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് കാണുന്ന മിനയല്ല, ഇന്ന് കാണുന്ന മിനയിൽ ഒരു പണിയില്ലാന്ന് ആൾക്കാർ പറയാം. അതിന് അങ്ങോട്ടുള്ള റോഡും സൗകര്യങ്ങളൊക്കെ ആ രൂപത്തിലാണ്. പഴയ കാലത്തെ മിന ചെറിയ ഊടുവഴികളും ചെറിയ വഴികളുള്ള മലകൾ നിറഞ്ഞു നിൽക്കുന്ന പാറക്കൂട്ടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മിന. ആ മിനയിൽ നിന്ന് കല്ല് ഏറ്റിക്കൊണ്ടുവന്ന് കഅബ പണിതുയർത്തുമ്പോഴും ഓരോ വരി കല്ലും പൂർത്തിയാക്കുമ്പോ മഹാനവറുകളുടെ മനസ്സ് നോക്ക് നിങ്ങൾ. എന്താണ് ആ മനസ്സ്? ഒരു കല്ലിങ്ങനെ റൗണ്ട് പൂർത്തിയാക്കിയാൽ പറയും, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞാൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് അല്ലാഹ് നീ സ്വീകരിച്ചോളണമെന്നില്ല, ഞാൻ നിന്റെ അടിമയാണല്ലോ
എൻ്റെ ഈ അമല് നീ സ്വീകരിക്കണേ അല്ലാ. മുകളിലെത്തുന്നത് വരെ ഓരോ റൗണ്ടും പൂർത്തിയാക്കുമ്പോൾ ദ്വാരുന്ന ദ്വയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. നീയാണല്ലോ ഒക്കെ സ്വീകരിക്കുന്നവനും ഏതൊക്കെ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിന് നീ അലീമാണ്, സർവജ്ഞനാണ്, അറിവുള്ളവനാണ്. അതുകൊണ്ട് എൻ്റെ ഈ അമൽ നീ സ്വീകരിക്കണേ അല്ലാ. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഇഖ്ലാസിൻ്റെ ഊക്കുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്ന കല്ല്, കാല് പതിഞ്ഞ കല്ല് അല്ലാഹു തആല അവിടെ നിലനിർത്തി. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു, ഇന്നുമില്ലേ ആ കല്ല്? കല്ല് നിലനിർത്തിയെന്ന് മാത്രമല്ല, ആ കല്ലിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി പോലും അള്ളാഹു നിർദ്ദേശിച്ചില്ലേ? ഇന്നി ജായിലുക ലിന്നാസി ഇമാമ, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നിങ്ങളെ ഞാൻ ഇമാമാക്കി വെച്ചു. ആ മഖാം ഇബ്രാഹിമിന്റെ പിന്നിലാണ് ആളുകൾ തവാഫിന്റെ നിസ്കാരം നിസ്കരിക്കുന്നത്. എത്ര വലിയ മഹത്താണെന്ന് നൽകിയത്! ആ കല്ല് അന്നത്തെ കാലത്ത് ചവിട്ടാൻ ഉപയോഗിച്ച കല്ല്, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ആ കല്ല്, ഒരു കല്ലിങ്ങനെ വെച്ച് മുകളിലേക്ക് ഇങ്ങനെ പടുത്തുയർക്കുമ്പോ ഈ കല്ലിങ്ങനെ ഓട്ടോമാറ്റിക്കായി വലുതായിരുന്നു എന്നാ. ആ കല്ലങ്ങനെ വലുതായിരുന്നു. പിന്നെ താഴോട്ട് താഴ്ന്ന നേരത്ത് താഴോട്ട് ഇങ്ങനെ താന്നിരുന്നു. മഹാനവറുകളുടെ കാൽപാദം പതിഞ്ഞ, വിരല് പതിഞ്ഞ ആ പതിപ്പ് അങ്ങനെ തന്നെ അവിടെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ നിൽക്കുമ്പോ കാലങ്ങനെ അടുത്ത ചുമര്, അടുത്ത വരി പൊടുക്കണം, കാല് പൊന്തുകയാണ്. പിന്നെ അടുത്ത വരി, അതിന് പിന്നെയും പൊന്തുകയാണ്. താഴോട്ടാകുമ്പോ താലിങ്ങനെ താഴോട്ട് പോവുകയാണ്. കല്ലിന്റെ വലുപ്പത്തിലാണ് ഇപ്പൊ നോക്കിയാതുള്ളത്. വലിയ ഒരു തൂണിന്റെ വലുപ്പത്തിലൊന്നുമില്ല. പക്ഷെ ആ കല്ല് അത്രയും വലിയ ബഹുമാനം ഉണ്ടായിട്ടും മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥന എന്താ? അള്ളാഹുവിന്റെ ഖലീലായിട്ട് പോലും മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥന റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ ഖബൂലാക്കട്ടെ. അതുകൊണ്ട് ഫഖറില്ലാതെ നല്ല അമലുകൾ ചെയ്യണം. മൂന്നാമത്തെ ആകാശത്തെത്തുമ്പോ മലക്കൾ പറയുന്ന വർത്താനം എന്താണെന്നറിയോ? ഇയാളെ അമൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, എന്നോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ കിബിറിന്റെ മലക്കാണ്. കിബിറായിട്ട് പ്രവർത്തിച്ച ആൾക്കാരെ അമലൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇയാൾക്ക് ഭയങ്കര കിബിറായിരുന്നു. എന്താ കിബിർ എന്ന് പറഞ്ഞാല്? കിബിർ എന്ന് പറഞ്ഞാല് ഗംതുന്നാസ്, ദഫ്ഉൽ ഹഖ് വ ഗംതുന്നാസ്, ബത്റുൽ ഹഖ് വ ഗംതുന്നാസ്, സത്യത്തെ അവഗണിക്കുക, നല്ല നല്ല ആൾക്കാരൊക്കെ നിസാരപ്പെടുത്തും. വലിയ വലിയ ആൾക്കാരല്ലേ ആലിമീങ്ങളും സാദാത്തുക്കളൊക്കെ, അവരൊന്നും നിസാരപ്പെടുത്താൻ പാടില്ല. വഫാത്തായിപ്പോയ തങ്ങന്മാർക്ക് എത്ര വലിയ ബഹുമാനമുണ്ട്, നിസാരപ്പെടുത്താൻ പാടില്ല ആരെയും. അവർക്കുള്ള ബഹുമാനം അല്ലാഹു തആല കൊടുത്ത്. അപ്പൊ കിബറാണ് ഇയാൾക്ക്. കിബറാണോ ഉള്ളത്? നല്ല അമൽ ഇങ്ങോട്ട് കൊണ്ടുതന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഒരു കാര്യം പറഞ്ഞാലും സ്വീകരിക്കാത്ത രൂപത്തിലുള്ള ഒരു വിരോധം, സത്യത്തോടുള്ള വിരോധം, അത് കിബറിന്റെ ലക്ഷണാണ്. ബത്റുൽ ഹഖ്, സത്യം അവഗണിക്കും, സത്യം സ്വീകരിക്കൂല. അയാൾക്കൊക്കെ അയാളെ സ്വന്തം നിലപാടാണ്. ഞാൻ 18 എണ്ണല്ല, മൂന്നാമത്തെ അവസാനത്തെ ഘട്ടം അവര് പരാജയപ്പെട്ട് തോറ്റതപ്പോഴാണെന്നറിയോ നിങ്ങള്? മദീനയിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെതിരെ ഖൈബറൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഘട്ടത്തിൽ സിഹ്ർ ചെയ്തു. ലബീദ് എന്ന് പറയുന്ന ജൂതൻ തങ്ങൾക്ക് ഖിദ്മത്തെടുത്തിരുന്ന ഒരു കുട്ടിക്ക് 20 ദീനാർ കൈക്കൂലി കൊടുത്തിട്ട് തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു കിട്ടണമെന്ന് പറഞ്ഞു. ആ കുട്ടി ഒരു ചീർപ്പ് കൊണ്ടേ കൊടുത്തു. ആ ചീർപ്പിലുള്ള മുടിയും മറ്റൊക്കെ ഉപയോഗിച്ച് കടുത്ത സിഹ്റാ ചെയ്തത്. 6 മാസക്കാലം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആ സിഹ്ർ അനുഭവിച്ചു. ഹസദിന്റെ മൂർച്ചയാണത്, ചെറുതൊന്നല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു വെറുതെ പറഞ്ഞതാണെന്ന്. ഹസദ് മൂർച്ച കൂടിയാൽ മനുഷ്യൻ എന്തും ചെയ്യും. അള്ളാഹു നമ്മുടെ ഖൽബിനെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് കാവൽ ചോദിക്കാൻ പറഞ്ഞ സൂറത്തുൽ ഫലഖിൽ കാര്യമായിട്ട് കാവൽ ചോദിക്കുന്ന ഒരു വിഷയം മമ്മിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. വേറെ എത്ര രോഗമുണ്ട്? ഖൽബിന്റെ രോഗങ്ങൾ ആകെ ആ സൂറത്തിൽ പറയുന്ന ഒന്നല്ലേ ഉള്ളൂ. ഖൽബിന് വേറെ രോഗങ്ങളില്ലേ? ഇഷ്ടം പോലെ രോഗമുണ്ട് സഹോദരങ്ങളെ. ഖൽബിന്റെ രോഗല്ലേ റിയാ, ഖൽബിന്റെ ഒരു രോഗല്ലേ സുംഅത്ത്, പ്രസിദ്ധി ആഗ്രഹിക്കുക, ഖൽബിന്റെ രോഗല്ലേ ഉജുബ്, റിയാ, കിബ്ർ. പക്ഷെ കാവൽ ചോദിക്കാൻ പറഞ്ഞ ഡേഞ്ചറാണ്. വമിൻ ശർരി ഹാസിദിൻ
ഇദാ ഹസദ്. അത് ചെറുതല്ല, അത് മുഅ്മിനീങ്ങൾക്ക് ആ സ്വഭാവം പറ്റില്ല. ഒരാൾക്ക് അള്ളാഹ് കൊടുത്ത നിയമത്ത് കണ്ടാൽ കണ്ണിന് മാറ്റം വരാൻ പാടില്ല. അതേ കണ്ണുകൊണ്ട് തന്നെ നോക്കണം അൽഹംദുലില്ലാ എന്ന് പറയണം. അല്ല, നിങ്ങളെ കൂടെ മുമ്പ് തൊഴിലെടുത്തിരുന്ന ആളിപ്പോൾ നല്ല പുരോഗതിയിലാണല്ലോ. എന്താക്ക് പുരോഗതി? അയാൾ കോട്ടക്കരങ്ങാടിയിൽ ടെക്സ്റ്റൈൽസ് തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ തിരക്ക് കാണണ്ടേ, എന്താ ആള് നടയും, നല്ല കച്ചവടമാണ്. അയാൾ കോട്ടക്കരങ്ങാടിയിൽ അങ്ങനെ തുടങ്ങിയോ? എന്നാ അയാൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവും. അത് നീ പറയണ്ട, നീ കേൾക്കുന്ന ആളോട് പറയുന്ന മറുപടി അൽഹംദുലില്ലാഹ്, അയാൾക്ക് അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കട്ടെ എന്നാ പറയണ്ടേ. ഇത്ര പറഞ്ഞാ പോരെ? നീ എന്തിനാ വേറൊരു ദുരുദ്ദേശം എന്തിനാ നിനക്ക്? ആ ദുരുദ്ദേശത്തിന്റെ വർത്തമാനം നിന്റെ മനസ്സിൽ നിൽക്കുന്ന ഹസദിന്റെ മൂർച്ചയാണ് പുറത്തേക്ക് വരുത്തിയത്. നമ്മളോട് ഇനി പറയാണ്, നിങ്ങൾ ഏത് നാട്ടിലാ? ഈ നാട്ടിന്റെ പേരെന്താ? നന്നമ്പ്ര. നന്നമ്പ്രയിലാ. നന്നമ്പ്രയിലാ. നമ്മളൊരു സുഹൃത്തുണ്ടല്ലോ അവിടെ. ആരാ? നന്നമ്പ്രക്കാരാ. നമുക്കറിയാലോ. നിങ്ങൾക്കറിയാം, എനിക്കല്ല. അറിയാലോ. എനിക്കറിയില്ല. ഇവിടെ ഒന്ന് പരിചയപ്പെട്ട ആചാര്യ കുറച്ച് ആൾക്കാരെ എനിക്കറിയുള്ളൂ, വേറെ ആരും അറിയില്ല. യൂനുസ് ഖാഫിനെ നേരത്തെ അറിഞ്ഞത് ഇവിടെ നാട്ടുകാരനല്ലേ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിൽ കേട്ടെ. അപ്പോ പിന്നെ ഞങ്ങളെ നാട്ടില എവിടെ ആളെ പേരെന്ന് പറഞ്ഞാണ് പേര് പറഞ്ഞു. അങ്ങനെ ഒരാൾ നമ്മളെ നാട്ടിലുണ്ടോ? ഞങ്ങളെ നാട്ടിൽ തന്നെയാണല്ലോ. അയാളെ നമ്മളെ സുഹൃത്താ. അപ്പൊ മനസ്സിലായി, ആളെ മനസ്സിലായി. കുറെ അങ്ങനെ വിശദീകരിച്ച് മനസ്സിലായി. അയാളെ ഞങ്ങളെ സുഹൃത്ത്. അയാളെ സുഹൃത്തായി കൊണ്ടെടുക്കാൻ പറ്റില്ല കേട്ടോ. എപ്പോഴാ പറ്റിച്ചെന്ന് അറിയില്ല. നമ്മളെ വക ഒരു ഡയലോഗ് അവിടെ. ഈ ഡയലോഗിന്റെ അർത്ഥം എന്താ? അയാളോട് തീർത്താൽ തീരാത്തൊരു പക നമ്മുടെ മനസ്സിലുണ്ട്. ഞമ്മക്ക് എന്തിനാ അയാളോട് പറയേണ്ട ആവശ്യം? ഓല് തമ്മിൽ നല്ല സൗഹൃദ ബന്ധമുണ്ടെന്നല്ലേ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹ് ബർക്കത്തിൽ കേട്ടെ, നമ്മളെ നാട്ടുകാരനാണെന്ന് പറഞ്ഞു പോയാൽ പോരെ. ഇനി സംഗതി വശാൽ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ അയാൾ പറ്റിക്കണം എന്തേലും ഉണ്ടെങ്കിൽ അയാളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അയാളോട് പറയുമ്പോ നമ്മളെ മനസ്സിലുള്ള ആ നീറുന്ന സ്വഭാവം കൂടി പുറത്തു വരികയാണ്. നമ്മളെ മനസ്സിനെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലർക്കുണ്ട് അങ്ങനെ ഒരു വർത്തമാനം. ആ വർത്തമാനം ശരിയല്ല. അതാരെപ്പറ്റി പറയുകയാണെങ്കിൽ അയാൾ എന്ത് സീക്രട്ടുകൾ നമ്മളെ മനസ്സിലുണ്ടോ മോശപ്പെട്ടത് പുറത്ത് ഒളിവാക്കാൻ പാടില്ല. അയാളെപ്പറ്റി നല്ലതാണോ പറയുന്നത്? അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല, നല്ല ആളെന്ന് പറഞ്ഞാൽ മതി. നമ്മളെന്തിനാ മോശാക്കുന്നത്? 6 മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിഹറിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. നിസ്കാരമൊന്നും തങ്ങൾക്ക് പോയിട്ടില്ല, ദീനീ ദാവത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സാധാരണ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ മാറ്റം വന്നു. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടാവും, ഭക്ഷണം കഴിച്ചോന്ന് തോന്നും, ഭക്ഷണം കഴിക്കാതെ തങ്ങൾ പോകും, സംഗതി കഴിച്ചിട്ടുണ്ടാവില്ല. ഭാര്യമാരോട് കൂടെ കിടക്കും, ബന്ധപ്പെട്ടു തോന്നും, ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല, തങ്ങൾ എഴുന്നേറ്റ് പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നു എന്നല്ലാതെ വേറൊന്നിനും മാറ്റം വന്നിട്ടില്ല. എത്ര കടുത്ത സിഹറ ചെയ്തു വെച്ചത്. ആ സിഹർ ചെയ്തു വെച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 സൂറത്തുകൾ അൽ മുഅവ്വദതൈൻ ഒരുമിച്ചിറക്കിയത്. കാവൽ ചോദിക്കാനുള്ള 2 സൂറത്തുകൾ. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഹസദ് പിടിപെടുന്ന സൂക്ഷിക്കണം. ഹസദ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നറിയാം. എപ്പോഴെങ്കിലും മനസ്സിൽ ഹസദ് തോന്നിയാൽ ഫസ്തഗ്ഫിരില്ലാഹ്. ഹദീസിൽ പറഞ്ഞു ഇദാ ഹസദ്ത ഫസ്തഗ്ഫിരില്ലാഹ്. ഹസദ് തോന്നിപ്പോയാൽ നീ പറയണം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പഠിച്ചോനെ നീയാ കൊടുത്ത്, ഞാനൊരു കുറ്റം കുറവൊന്നും കാണാൻ, അഥവാ എൻ്റെ മനസ്സിൽ വല്ലതും വന്നെങ്കിൽ നീ പുറത്തു തരണം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. ഹസദ് തോന്നിപ്പോയാ പറയണം അസ്തഗ്ഫിറുല്ലാഹ്. എനിക്കൊന്നുമില്ല അർച്ചനെ, അയാളെ പറ്റി എനിക്കൊന്നുമില്ല, എന്തെങ്കിലും എൻ്റെ മനസ്സിൽ വന്നെങ്കിൽ എൻ്റെ മനസ്സിൽ നീ നന്നാക്കി തരണം, നീ പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുക. അവിടുന്ന് കഴിഞ്ഞ് 5-ാം ആകാശം കഴിഞ്ഞ് 6-ാം ആകാശത്തിൽ കയറുമ്പോൾ ആ മറുപടി കുറച്ച് വിചിത്രമായ മറുപടിയാണ്. അവിടുത്തെ മലക്കുകൾ പറയുന്നത് എന്താണെന്നറിയാം? ഈ മനുഷ്യൻ ജനങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നഹു കാന ലാ യർഹമു ഇൻസാനൻ, ഒരു മനുഷ്യനും ഗുണം ചെയ്യൂല, വലാ മിസ്കീനൻ, ഒരു സാധുവിനൊന്നും കൊടുക്കൂല. പിന്നെ ഇയാൾക്ക് എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ അത് കണ്ട് സന്തോഷിക്കുന്ന ആളായിരുന്നു ഇയാള്. ഏതെങ്കിലും ഒരു മനുഷ്യന് ബുദ്ധിമുട്ട് വരുമ്പോ നാട്ടുകാരൊക്കെ കൂടി സഹായിക്കുമ്പോ ഓലൊക്കെ കൂടി സഹായിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ടും ഇയാൾക്കൊന്നും സഹായിക്കാൻ തോന്നിയില്ല.
ഇയാളത് കണ്ട് സന്തോഷിക്കുന്നു. എന്നിട്ട് ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അങ്ങനൊന്നും വന്നാൽ പോരാ, അതിലപ്പുറം വരണം. എന്തെങ്കിലും അയാളൊരു മോശത്തരുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കട്ടെ എന്നാ ദ്വേർക്കേണ്ടത്. നമ്മളങ്ങനെ ദ്വേർക്കേണ്ടത്. ആ കാട്ടിക്കൂട്ടിയതിനുള്ള ഫലാണ് അള്ളാഹ് കൊടുത്തതെന്ന് പറയാൻ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. മിസ്കീന്മാർക്ക്, പാവപ്പെട്ടവർക്ക് റഹ്മത്ത് ചെയ്യണം. നമ്മളെ അമല് സ്വീകരിക്കാൻ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് നമ്മളെ മനസ്സിന്റെ റഹ്മത്തുൽ ഖൽബ്. ഖൽബിന് വാത്സല്യവും കാരുണ്യവും ഉണ്ടാകണം. ഞാൻ ആകാശത്തിലേക്ക് പ്രവേശിക്കുമ്പോ അവിടെയുള്ള മലക്ക് പറയുന്നത്, ഈ മനുഷ്യന്റെ അമല് വേണ്ട, ഈ അമല് കൊണ്ട് ഇയാൾ ഉദ്ദേശിച്ചത് അല്ലാഹുവിനെയല്ല. വലിയ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരത്ത് പേരും പ്രസിദ്ധിയും വേണം. ഉലമാഇന്റെ അടുക്കൽ വലിയ പ്രസിദ്ധിയും പേരും വേണം. അതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇയാളെ അമല് വേണ്ട. ചെയ്യണ അമല് മരണത്തിന്റെ ശേഷം ഉപകരിക്കുന്ന അമലാകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നല്ല അമല് മാത്രമേ അള്ളാഹുവിലേക്ക് കയറിപ്പോകുള്ളൂ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. സ്വാലിഹായ അമല് മാത്രമേ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുള്ളൂ. അല്ലാത്ത അമലൊന്നും ഉയർത്തപ്പെടൂല. ഈ രോഗങ്ങളെ ബുദ്ധിമുട്ടുകളിലെ അമലൊക്കെ മടക്കും. അങ്ങനെ കൂട്ടി നോക്കുമ്പോ പേടിയല്ലേ? ഒന്നാമത് ആദ്യം പറഞ്ഞ എന്നെ സംഗതി എത്ര വലിയ പേടിയുള്ളതാ. ഗീബത്ത് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ മലക്കെന്നെ മടക്കിയാൽ പിന്നെ ആര് സ്വീകരിക്കാനാ? ആരും വലിയ പോക്കാണ്. അതുകൊണ്ട് ചെയ്യുന്ന അമലുകളൊക്കെ വളരെ സൂക്ഷ്മതയോടെ, കൃത്യതയോടെ ചെയ്യണം. കുറഞ്ഞ കാലമേ നമുക്ക് ദുന്യാവിലുള്ളൂ. ഉള്ള കാലത്തുള്ള അമല് അള്ളാഹുവിന്റെ മാർഗത്തിലാക്കി തീർക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തീർക്കാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഈ ആകാശങ്ങളിലെ കഥകളും പറഞ്ഞിട്ട്, വിഷയങ്ങൾ പറഞ്ഞിട്ട് മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, മുആദേ, ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. എപ്പോഴും നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുആദേ, നീ എന്നെ പിൻപറ്റി ജീവിക്കണം. എന്നെ പിൻപറ്റിക്കും. അതുകൊണ്ട് ജനങ്ങൾ അഭിമാനമൊന്നും ക്ഷതം വരുത്താൻ പാടില്ല. നല്ലോണം കാത്തു സൂക്ഷിക്കണം. ഇപ്പോഴത്തെ കാലത്ത് എന്ത് പേടിയാ നിങ്ങൾ നോക്ക്. പഠിക്കുന്ന മക്കള്, പഠിക്കുന്ന കുട്ടികൾ. മുമ്പ് കാലത്തൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു പക്ഷേ ഭൗതിക കലാലയങ്ങളിൽ സമരവും അതുപോലെ തന്നെ ഹൈജാക്ക് ചെയ്യലും പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ. മതസ്ഥാപനങ്ങളിലും അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവസ്ഥ എന്താ? പണ്ഡിതന്മാർക്ക് നേരെ ആരെങ്കിലും ഇതുവരെ ഗരാവ് വിളിച്ചതോ സമരം ചെയ്തോ കേട്ടിട്ടുണ്ടോ? അതും സ്റ്റാർട്ട് ചെയ്തില്ലേ നമ്മുടെ സമാനിൽ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ദുസ്സൂചനകളാണതൊക്കെ. അള്ളാഹു ആ ചെറുപ്പക്കാരെ നന്നാക്കട്ടെ. ആ കുട്ടികളെ അള്ളാഹു തആല നല്ലവരാക്കട്ടെ. അവരൊരു ദുർമോശം കൊണ്ട് വന്നുപോയതല്ലേ. എത്ര വലിയ സങ്കടമാണ്. ആ വാർത്ത വായിച്ചപ്പോ കേട്ടപ്പോ എത്ര വലിയ സങ്കടം തോന്നി. സംഗതി ഇതിന്റെ കടപ്പുകൾ എന്തോ ആകട്ടെ, നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു പണ്ഡിതനെ തടഞ്ഞു നിർത്തിയിട്ട് ആ പണ്ഡിതന്റെ ഇടയ്ക്ക് മക്കളൊക്കെ കൂടിയിട്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ? ഇതുവരെ നമ്മളെ കേരളത്തിൽ കാണാത്തൊരു ചിത്രമാണത്. സമരമുഖത്ത് ഒരുപാട് ആൾക്കാർ പോകും. അത് ഭൗതിക തലത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ പോകും. അതുകൊണ്ട് വിജയം ഉണ്ടാകും. സംഘടനാ രംഗത്ത് സമരം ചെയ്യാറില്ലേ? അതുകൊണ്ടും വിജയം ഉണ്ടാകാറുണ്ട്. നമ്മളെ സംഘടനയുടെ കീഴിൽ തന്നെ സമരങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. മാന്യമായ ധർമ്മ സമരങ്ങൾ എത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലല്ലോ. ദുസ്സൂചനകളാണ് അതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ അഭിമാനം ക്ഷതം വരുത്തുന്ന രൂപത്തിൽ നിന്റെ നാവ് നരകത്തിലെ നായകൾ പറിച്ചു ചീന്തരുത്. എന്നല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ആ നായകളെ കുറിച്ചാണ് എന്ന് പറഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് ഖനപ്പെട്ട ഉപദേശങ്ങളാണ് എനിക്ക് തന്നത്. ഈ ഉപദേശങ്ങളൊക്കെ വഹിക്കാൻ ആർക്കാ കഴിയുക? ആർക്കാ നബിയെ ഉപദേശങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ കഴിയുക? മുആദ്, ഇന്നഹു യസീറുൻ അലാ മൻ യസ്റഹുല്ലാഹു തആല. അള്ളാഹ് എളുപ്പം നൽകിയവർക്ക് ഇതൊക്കെ എളുപ്പമാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ചേർത്തി തരട്ടെ. അമലുകൾ ശ്രദ്ധിച്ച് ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഈ ഹദീസ് കേട്ട ശേഷം പിന്നെ മുആദ് റളിയല്ലാഹു അൻഹു അധിക സമയത്തും ഖുർആൻ ഓതുന്ന പണിയാണ് ഞാൻ കണ്ടത് എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാൻ പറയുന്നു. ഫമാ റഅയ്തു മുആദൻ അഹദൻ അക്സറ തിലാവതൻ മിനൽ ഖുർആനി മിൻ മുആദ്. ഈ ഹദീസ് അങ്ങോട്ട് കേട്ടിട്ട് സംസാരങ്ങളും മറ്റും ഒക്കെ ചുരുക്കിയിട്ട്
മിക്ക സമയങ്ങളിലും ഒഴിവ് കിട്ടുന്ന വേളകളിലൊക്കെ ഖുർആൻ ഓതുക എന്നുള്ള ഒരു ശുഗല് മാത്രമാണ് മുആദ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. കാരണം ഖുർആൻ ഓത്തുമ്പോൾ പിന്നെ വേറെ ആൾ സംസാരിക്കാനും മറ്റൊന്നും ഇല്ലല്ലോ, പിന്നെ അതൊരു ശുഗലായിട്ട് അങ്ങനെ നിന്നോളും. അതിനു വേണ്ടിയാണ് സമയം ചെലവഴിച്ചത്. അത്രയും പേടിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. അല്ലാഹു തആല നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ, നമ്മുടെ അമലുകളൊക്കെ അല്ലാഹുവിൻ്റെ മാർഗത്തിലാക്കി തരട്ടെ. നരകത്തിൽ കിടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാതെ സ്വർഗത്തിൽ പോകുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തെരുമാറാകട്ടെ. സ്വാലിഹായ അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ പറയുന്ന 7 ആകാശങ്ങളിലും സ്വീകരിക്കപ്പെടുന്ന അമല്, 7 ആകാശങ്ങളിലെ മലക്കുകളും 2 കരങ്ങളും നീട്ടിയിട്ട് മർഹബ പാടി സ്വീകരിച്ചു കൊണ്ടുപോകുന്ന അമല്, ആ അമലുകൾ നമുക്ക് വേണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിസ്കാരത്തിന് വന്ന ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിന്നിൽ വന്നിട്ട് റുക്കൂ കിട്ടിയ സന്തോഷം കൊണ്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോ റുക്കൂ കിട്ടി എന്നുള്ള റാഹത്ത് കൊണ്ട് ആ സ്വഹാബി പറഞ്ഞു, റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറഞ്ഞു. എന്റെ റുക്കൂ പോയില്ലല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ട് അല്ലാഹുവിനെ സ്തുതിച്ചതാ. എനിക്ക് റുക്കൂ കിട്ടിയല്ലോ. നമ്മൾ സാധാരണ പോലെ റബ്ബനാ ലക്കൽ ഹംദു അസ്സമാവാതി അല്ലേ. ഈ സ്വഹാബി റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, വലിയ സന്തോഷം കൊണ്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആരാണ് നീണ്ട ഹംദ് ചൊല്ലിയത് ആരാന്ന് ചോദിച്ചു. നീണ്ട ഹംദ് ചൊല്ലിയല്ലോ ആരോ, ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ നീണ്ട ഹംദ് ചൊല്ലിയത്? അപ്പൊ ആ സ്വഹാബി ഒന്നും മിണ്ടില്ല. പടച്ചോനെ ചെല്ലിയത് അബദ്ധമായി പോയോ, ഒന്നും മിണ്ടില്ല പേടിച്ചിട്ട്. രണ്ടാമതും തങ്ങൾ ചോദിച്ചു, ആരാ ചൊല്ലിയത്? പിന്നെ തങ്ങൾ പറഞ്ഞു, 30 ചില്ലാനം മലക്കുകൾ വന്നിട്ട് ഞാൻ കൊണ്ടുപോകാ ഹംദ് എന്ന് പറഞ്ഞ് മത്സരിക്കുന്നതും തിരക്ക് കൂട്ടുന്നതും ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ ആ സഹാബി എണീറ്റ് പറഞ്ഞു, ഞാനാ പറഞ്ഞു, ഞാൻ തങ്ങളെ കൂടെ റുക്കൂ കിട്ടിയ സന്തോഷം കൊണ്ട് എനിക്ക് ആ സന്തോഷം അല്ലാഹു തആലാനെ രേഖപ്പെടുത്താൻ പറ്റിയ സമയല്ലേ. അപ്പൊ റബ്ബനാ ലക്കൽ ഹംദു എന്നുള്ളിൽ ഞാൻ ചുരുക്കിയില്ല, ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ഒന്നാകെ ഞാൻ ചൊല്ലി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് പറയുമ്പോ സ്വഹാബത്തിന് എന്തൊരു സന്തോഷമുണ്ട് നിങ്ങൾ നോക്ക്. ആ അമല് അല്ലാഹു തആല സ്വീകരിച്ചു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. മലക്കളത് ഏറ്റു കൊണ്ടുപോയി എന്നല്ലേ പറഞ്ഞ്. നമുക്കാർക്കും അങ്ങനെ തീർപ്പ് കൽപ്പിക്കപ്പെടാനൊന്നും തന്നിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങൾ നന്നാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിലായി അമൽ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. മരിക്കുന്ന സമയം വരെ സുന്നത്തുകൾ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ഇത്തിബാഅ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സുന്നത്ത് കൊണ്ട് നമ്മളെ പരിഗണിക്കപ്പെടുന്നവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുന്നത്തും വിട്ടുപോകണ്ട. ജീവിതത്തിൽ കിട്ടുന്ന സുന്നത്തുകളൊക്കെ ചെയ്യുക. ചെറുതാണെന്ന് കരുതിയിട്ട് ഒഴിവായി പോകണ്ട. ഏത് സുന്നത്തിന്റെ പേരിലാണ് നമ്മളെ പരിഗണിക്കപ്പെടുന്നതെന്ന് പറയാൻ പറ്റൂല. ഏത് സുന്നത്താണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായതെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയൂല. കഴിയുന്ന സുന്നത്തുകളൊക്കെ എടുക്കുക. എന്തെല്ലാം സുന്നത്തുകളുണ്ടോ അറിയുന്നതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിലും കൊണ്ടുവരിക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പലരും ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒന്നാണ് റഹ്മത്തുന്നാസ്, ജനങ്ങളോട് കാരുണ്യം ചെയ്യുക. സ്വജീവികളോട് സഹജീവികളോട് വലിയ കാരുണ്യം ചെയ്യുക. അത് വലിയൊരു സുന്നത്താണ്, വലിയൊരു മാതൃകയാണ്. ജനങ്ങളോട് കാരുണ്യം ചെയ്യുക, സഹജീവികളോട് കാരുണ്യം ചെയ്യുക എന്നുള്ള വലിയൊരു മാതൃകയാണ്. അതിലേറ്റവും വലിയ മാതൃക കാണിച്ച നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ ദിവസവും അവിടുത്തെ ജീവിതത്തിൽ ജനങ്ങൾക്ക് റഹ്മത്ത് ചെയ്യാത്ത ഒരൊറ്റ സമയവും കഴിഞ്ഞു കടന്നിട്ടില്ല. മൊത്തം ജനങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങൾക്കും അവിടുന്ന് റഹ്മത്താണ്. എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അവിടുന്ന് റഹ്മത്താണ്. നമ്മുടെ കൂടെ കഴിയുന്നവരും നമ്മുടെ ഗ്രാമത്തിൽ കഴിയുന്നവരും പരിചയക്കാരും ബന്ധുക്കളുമായ ആളുകളിൽ ഓരോരുത്തർക്കും നൽകേണ്ട കാരുണ്യങ്ങളും സ്നേഹങ്ങളും നൽകണം. അത് വാക്കിലൂടെ നൽകണം, ആശ്വാസത്തിലൂടെ നൽകണം, ശരീരത്തിലൂടെയും സമ്പത്തിലൂടെയും സഹകരണത്തിലൂടെയും ഒക്കെ നൽകണം. ആ വലിയ റഹ്മത്തിനാണ് വലിയ സ്ഥാനമുള്ളത്. സ്വഹാബത്ത് മുഴുവനും അതിന്റെ പിന്മുറക്കാരായി ജീവിച്ചവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന റഹ്മത്ത് മനസ്സിലാക്കി ജനങ്ങൾക്ക് കൂടുതൽ റഹ്മത്ത് ചെയ്തവരാണ്. അതേ റഹ്മത്തിന്റെ മാർഗം പിൻപറ്റി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ റഹ്മത്ത് ചെയ്ത മഹാനാണ്. മദീനയുടെ ഒരു ഭാഗത്ത് ജനങ്ങളൊന്നും പെട്ടെന്നും എത്തിപ്പെടാത്തൊരു വഴിയില് ഒരു വിധവയായ സ്ത്രീ ഒറ്റക്ക് കഴിയുന്നുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോ ആ വീട്ടിലെ വിധവയായ സ്ത്രീയെ പരിചരിക്കാൻ വേണ്ടി സുബഹി നിസ്കാരം കഴിഞ്ഞ് മദീനയിൽ നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോ ആ ഉമ്മാമ പറയുന്നു, എനിക്ക് ഭക്ഷണം തന്നു, എന്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റാനുള്ള പുതിയ വസ്ത്രം കൊണ്ടുവന്നു, എന്റെ പഴയ വസ്ത്രങ്ങൾ അലക്കാൻ കൊണ്ടുപോയി, എന്നെ കുളിക്കാൻ വേണ്ടി എനിക്ക് വെള്ളം എടുത്ത് എന്നെ സഹായിച്ചു. ആരാണിതൊക്കെ ചെയ്തത്? ആളറിയില്ല. എന്നും ഇവിടെ ഒരാൾ വരാറുണ്ട്, നേരം വെളുക്കുന്നതിന്റെ മുമ്പ് തന്നെ പോകാറുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടി നേരത്തെ ചെന്ന് നോക്കി. അന്നും ഈ കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് ആള് പോയിട്ടുണ്ട്. വന്ന് മൂന്നാമത്തെ ദിവസം കുറച്ചുകൂടി നേരത്തെ ചെന്ന് നോക്കി. സുബ്ഹാനല്ലാഹ്, ആ വീട്ടിൽ നിന്ന് പാതിരാത്രിയിൽ ഇറങ്ങി വരുന്നത് ഏറ്റവും വലിയ വലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇറങ്ങി വരുന്നത്. ഒരു പാവപ്പെട്ട ഒറ്റക്ക് താമസിക്കുന്ന വിധവയായ സ്ത്രീക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടോ ആരും പറയാതെ ആരെയും അറിയിക്കാതെ വിവരം കിട്ടിയപ്പോഴേക്ക് അങ്ങോട്ട് പുറപ്പെട്ടില്ലേ? അതാ സ്നേഹത്തിന്റെയും വാത്സ്യത്തിന്റെയും പിന്തുടർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാഅ് അത്രയും നല്ലോണം മുറുകെ പിടിച്ചു എന്നതിന്റെ തെളിവാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട് കയറിയിട്ട് സേവനം ചെയ്യുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത്, ആ കാലഘട്ടത്തിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഈ വിഷയം അറിയുന്നുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഈ വിഷയം അറിഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീട്ടിൽ കൃത്യങ്ങൾ നിർവഹിച്ച് നേരത്തെ സുബഹിന്റെ മുമ്പ് ആള് പോകുന്നുണ്ട്. സുബഹിന്റെ മുമ്പ് ഈ വിധവയായ പാവപ്പെട്ട ഉമ്മയ്ക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് ഭക്ഷണം വരെ മുന്നിൽ വെച്ചു കൊടുത്തുകൊണ്ട് ആള് പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്നെയും പിന്നെയും നേരത്തെ വന്ന് നോക്കുമ്പോ, മറവിൽ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസറാത്തി ഉമറ തത്തബിയു യാ ത്വൽഹ, സ്വന്തം ശരീരത്തോട് ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ ചെയ്തു വെച്ച ഈ കാര്യങ്ങളുടെ പിന്നിലാണല്ലോ ശരീരമേ നിനക്ക് പോകാൻ കണ്ടത്. നേരത്തെ അറിഞ്ഞുകൊണ്ട് ഈ വിധവയായ സ്ത്രീയെ പരിചരിക്കാനൊന്നും നിനക്ക് തോന്നിയില്ലല്ലോ. എത്രമാത്രം വലിയ താല്പര്യമാണ് അതിലെടുത്തത്. നമ്മുടെ സമൂഹത്തിൽ പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകൾ, അവരെ പ്രയാസങ്ങൾ തീർക്കുക, വിഷമങ്ങൾ പരിഹരിക്കുക, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, അത് ഏറ്റവും വലിയ ഒരു സുന്നത്താണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ബഹുമാനം നൽകിയ, സ്ഥാനം നൽകിയ സുന്നത്താണ്. ജീവിതത്തിൽ പാലിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.